നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ മീഡിയ ഹോളിലേക്ക് ഹാർദമായ സ്വാഗതം ആശംസിക്കുകയാണ്. ഒരു നിമിഷം നമുക്കൊന്ന് മൗനമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. താങ്ക് യു. വ്യത്യസ്തമായ സാഹചര്യത്തിൽ ഇരുന്നുകൊണ്ട് ഒരാഴ്ചയുടെ തുടക്ക ദിവസം അതിന്റെ ഈവനിങ് ടൈമിലേക്ക് പോകുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എന്ന് ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയം. നല്ല തണുപ്പുണ്ട്, കാറ്റുണ്ട്. അതിൻ്റെതായ രൂപത്തിൽ ഇലക്ട്രിസിറ്റിയും ഇന്റർനെറ്റ് കണക്ടിവിറ്റിയും എല്ലാം ബാധിക്കുന്ന സമയം. പ്രതിസന്ധികൾ പലതുണ്ടെങ്കിലും നമ്മൾ ഈ മീറ്റിംഗ് ഹാളിൽ ഒരുമിച്ച് ചേർന്നിരിക്കുന്നു. ലക്ഷ്യം ഒന്ന് മാത്രം, നമ്മൾ എത്തിപ്പെട്ട മേഖലയെക്കുറിച്ച് ആധികാരികമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുക. മനസ്സിലാക്കിയ കാര്യങ്ങളെ കൂടുതൽ ആധികാരികമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. പഠിച്ച കാര്യങ്ങളെ എങ്ങനെ പ്രാവർത്തികമാക്കി അതിനെ പ്രയോജന തലത്തിൽ എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിലുപരി നമ്മുടെ പരിചയക്കാരെയും സുഹൃത്തുക്കളെയും ബന്ധുക്കളുടെയും ഈ ആശയത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുക. അവരെ എളുപ്പത്തിൽ ഈ ആശയത്തിന്റെ സാധ്യത ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ഒരു വേദിയായിട്ട് ഇതിനെ പ്രയോജനപ്പെടുത്തുക. ഇങ്ങനെ പല ലക്ഷ്യങ്ങളും നമ്മൾ ഇന്ന് ഈ മീറ്റിംഗ് ഹാളിൽ ഒരുമിച്ചിരിക്കുമ്പോഴുണ്ട്. നല്ല തിരക്കുള്ള ദിവസങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത്രമാത്രം എഫേർട്ടോടു കൂടി ഈ സിസ്റ്റത്തെ മനസ്സിലാക്കാനും ഏറ്റെടുക്കാനും അതിനെ പ്രയോജനപ്പെടുത്താനും തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് വിവിധ മേഖലയിലേക്ക് ഇതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കിയ ആൾക്കാർ അതിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. സിസ്റ്റം അതിന്റെ ബ്ലോക്ക് ചെയിനിൽ അതിൻ്റെതായ എല്ലാ അർത്ഥതലങ്ങളിലും ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്തതിനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നടക്കുന്ന ഓരോ ആക്ടിവിറ്റിയും എന്താണ് എന്ന് മനസ്സിലാക്കി ആ ആക്ടിവിറ്റിയുടെ റിയാലിറ്റിയിലേക്ക് നമുക്കൊന്ന് എത്തിപ്പെടാൻ സാധിച്ചാൽ, ആ ആക്ടിവിറ്റിയിലേക്ക് നമുക്കൊന്ന് മനസ്സറിഞ്ഞ് ഒന്ന് ഇറങ്ങാൻ സാധിച്ചാൽ ഈ സിസ്റ്റത്തിന്റെ റിയൽ പൊട്ടൻഷ്യൽ നമുക്ക് ബോധ്യപ്പെടാവുന്നതേ ഉള്ളൂ. എന്താണ് ഈ സിസ്റ്റം? ടെതർ ഓഷൻ എന്ന ഈ പ്ലാറ്റ്ഫോം, വുഡ ടെക്നോളജി എന്ന് പറയുന്ന ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല, ആ ഫോർമുല ലോകത്തേക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ട് ഇന്നേക്ക് എത്ര മാസങ്ങളായി? ഈ മാസങ്ങൾക്ക് മുമ്പ് ഇത്തരമൊരു ആശയം ലോകത്തില്ലായിരുന്നു. ഇത്തരമൊരു സയൻസിന്റെ സാധ്യത പോലും ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. എന്നാൽ നമുക്ക് പരിചയമുള്ള പല മേഖലകളും, ആ മേഖലയിലെല്ലാം തന്നെ സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ പലപ്പോഴായി വന്നു പോയിട്ടുണ്ട്. ഈ അവസരങ്ങൾ പലതും നമ്മൾ പ്രയോജനപ്പെടുത്തിയിട്ടുമുണ്ട്. പക്ഷെ പ്രയോജനപ്പെടുത്തിയതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് കുറച്ചു കഴിഞ്ഞപ്പോൾ അത്തരം പ്ലാറ്റ്ഫോമുകൾ നമ്മുടെ മുമ്പിൽ ഇല്ലാതായി പോയി എന്നൊരു സാഹചര്യമാണ്. സ്വാഭാവികമായിട്ടും ഈ മാത്തമാറ്റിക്കൽ ഫോർമുലയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴും ഇതിന്റെ ആധികാരികതയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴും പറഞ്ഞു കൊടുക്കുമ്പോഴും അത് കേട്ട് മനസ്സിലാക്കുമ്പോഴും ഉള്ളിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ചില ആശങ്കകൾ നമ്മുടെ മുമ്പിൽ എപ്പോഴും അവശേഷിച്ചു പോകുന്നു. ഈ ആശങ്കകൾ പരിഹരിക്കപ്പെടുന്ന സമയം അത് എക്സ്പീരിയൻസിലൂടെ മാത്രം പരിഹരിക്കപ്പെടേണ്ട കാര്യമാണ്. പ്രാക്ടിക്കലി എന്താണ് സംഭവിക്കാൻ സാധിക്കുക? വുഡ, വാല്യൂ അപ്പ് ഡിജിറ്റൽ അസറ്റ്. പേര് സൂചിപ്പിക്കുമ്പോൾ തന്നെ വില കയറുക മാത്രം ചെയ്യുന്ന ഒരു ഡിജിറ്റൽ അസറ്റ്, ചെയ്യാത്ത ഒരു ഡിജിറ്റൽ അസറ്റ്. ആ ഡിജിറ്റൽ അസറ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആ ഡിജിറ്റൽ അസറ്റ് ഇവിടെ നഷ്ടസാധ്യതകളൊന്നും തന്നെയില്ല. എന്നാൽ ലാഭം കിട്ടുന്നതിനെ കുറിച്ച് ഒരു ഗ്യാരണ്ടി, നാൾ കൊണ്ട്, ഇത്ര സമയം കൊണ്ട് ഇത്ര ലാഭം തന്നേക്കാം എന്നൊരു ഓഫറും വുഡ ടെക്നോളജി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നില്ല. ലോകത്ത് ഒരിടത്തും അത്തരത്തിലൊരു ഫിക്സഡ് വാഗ്ദാനം കൊടുക്കാനും സാധിക്കില്ല. ഈ വുഡ ടെക്നോളജിയിൽ ടെതർ ഓഷൻ വിർച്വൽ അസറ്റ് ടോവ, ആ ടോവ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ സമൂഹത്തിലേക്ക് വ്യക്തമായ ഒരു ആശയം അവതരിപ്പിക്കപ്പെടുകയാണ്. വളരെ വേഗത്തിൽ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, വളരെ വേഗത്തിൽ നമ്മുടെ മുതൽ മുടക്കിന് ഒരു ലാഭം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം.
ആ വേഗതയുടെ കുറിച്ചും കൃത്യമായ ഒരു ഗ്യാരണ്ടി ഇല്ല. ഒരു മിനിറ്റ് കൊണ്ട് ഒരുപക്ഷെ സംഭവിച്ചേക്കാം, ഒരു മണിക്കൂർ കൊണ്ട് ഒരുപക്ഷെ സംഭവിച്ചേക്കാം, 5 മണിക്കൂർ കൊണ്ട് ഒരുപക്ഷെ സംഭവിച്ചേക്കാം, 5 ദിവസം കൊണ്ട് ഒരുപക്ഷെ സംഭവിച്ചേക്കാം, ഒരുപക്ഷെ 50 ദിവസം കൊണ്ടായിരിക്കാം അത് സംഭവിക്കുക. പക്ഷേ സംഭവിക്കും. എന്താണ് സംഭവിക്കുമെന്ന് ഉറപ്പു പറയാൻ കാരണം? ഹുഡ ടെക്നോളജിക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത മാത്തമാറ്റിക്കൽ ഫോർമുലയാണ്. ആ മാത്തമാറ്റിക്കൽ ഫോർമുലയുടെ പ്രത്യേകത കൊണ്ട്, അതിനുവേണ്ടി തയ്യാറാക്കിയ അൽഗോരിതത്തിന്റെ പ്രത്യേകത കൊണ്ട് 2024 മാർച്ച് 20 മുതൽ ഇന്ന് വരെ ഈ സിസ്റ്റത്തിൽ ഒരു തരി പോലും വില കുറഞ്ഞിട്ടില്ല. എന്നാൽ ഈ സിസ്റ്റത്തിന്റെ ഗ്രോത്ത് റേറ്റിനെ സംബന്ധിച്ച് വളരെ വ്യത്യസ്തമായ ആശയങ്ങൾ, വ്യത്യസ്തമായ വേഗത നടക്കുന്ന സമയങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ കടന്നു വരുന്നത് 2024 ഏപ്രിൽ 2-ാം തീയതിയാണ്. 2-ാം തീയതി ഈ സിസ്റ്റവുമായിട്ട് ഞാൻ അസോസിയേറ്റ് ചെയ്യുന്ന സമയം വൈകിട്ട് 7:36 ആ സമയത്ത് ഈ സിസ്റ്റത്തിന്റെ ടെതറോഷൻ പ്രൈസിന്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് 0.127723 എന്ന പ്രൈസിംഗ് ആണ്. 0.127723 ആ പ്രൈസിംഗിൽ ഞാൻ കടന്നു വന്നു. ഞാൻ ഈ സിസ്റ്റത്തിന്റെ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് 7-ാം തീയതിയാണ്. അപ്പോൾ ഏപ്രിൽ 2 മുതൽ മെയ് 7-ാം തീയതി വരെയും ഞാൻ എന്ത് ചെയ്യുകയായിരുന്നു? ഈ സിസ്റ്റത്തെ കുറിച്ച് ഞാൻ പഠിക്കുകയായിരുന്നു. ഈ സിസ്റ്റത്തിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? ഇതിന്റെ വരും വരായികകൾ എന്തൊക്കെയാണ്? ഇതിൽ എന്തൊക്കെ വീഴ്ചകൾ വരാൻ സാധ്യതയുണ്ട്? ഇതിന്റെ ഗ്രോത്തിനെ ബാധിക്കാൻ പോകുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? ഇതിനു മുമ്പുള്ള ത്രട്ടുകൾ എന്തൊക്കെയാണ്? ഇതിനു മുമ്പിലുള്ള ചലഞ്ചുകൾ എന്തൊക്കെയാണ്? ഇതെല്ലാം വ്യക്തമായി മനസ്സിലാക്കിയപ്പോ ധാരാളം ത്രട്ടുകൾ, ധാരാളം ചലഞ്ചുകൾ, ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യാവുന്ന ഒരുപാട് ഘടകങ്ങൾ എല്ലാം ഉണ്ടെങ്കിൽ പോലും ഇതിനെല്ലാം ഉപരി ഒരു പ്ലസ് പോയിന്റ് ഞാൻ ഈ സിസ്റ്റത്തിൽ കണ്ടു. ആർക്കും ഒരു തരത്തിലും നഷ്ടം വരില്ല എന്ന പ്ലസ് പോയിന്റ്. ഇതുവരെ പല സിസ്റ്റങ്ങളും ബന്ധപ്പെട്ടപ്പോ പല സിസ്റ്റങ്ങളിലും ലാഭത്തിന്റെ സാധ്യത ഒരുപാട് പറയുമ്പോഴും വലിയ നഷ്ട സാധ്യതയും അതിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഞാനൊരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്തപ്പോ ആ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ചെയ്യാവുന്ന ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ആയിട്ടായിരുന്നു. നമുക്ക് നമ്മുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആ ഫണ്ടിനെ ബിനാൻസ് എന്ന എക്സ്ചേഞ്ചിൽ വെച്ചാൽ മതി. പക്ഷേ ഈ സിസ്റ്റം, ഈ ബോട്ട്, ആ ബോട്ടിൽ എഴുതപ്പെട്ട പ്രോഗ്രാം അനുസരിച്ച് ഈ ബിനാൻസിലേക്ക് API കണക്ഷൻ കൊടുത്താൽ അവിടെ നടക്കുന്ന ഓരോ ആക്ടിവിറ്റിയെയും മാർക്കറ്റിനെയും ഈ ബോട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കും. വാങ്ങേണ്ട സമയത്തെല്ലാം വാങ്ങും, വിൽക്കേണ്ട സമയത്തെല്ലാം വിൽക്കും. എനിക്ക് ലാഭം തന്നുകൊണ്ടേയിരിക്കും. പ്രത്യക്ഷം നോക്കുമ്പോൾ വലിയ സാധ്യതയാണത്. പക്ഷെ മാർക്കറ്റ് ഒന്ന് റിവേഴ്സ് ആയി പോയാൽ ഈ സിസ്റ്റത്തിന് ഒന്നും ചെയ്യാനില്ല. ഉദാഹരണം, ഒരു പ്രൈസിൽ നിൽക്കുന്നു, ആ പ്രൈസിൽ നിന്ന് മാർക്കറ്റ് താഴത്തേക്ക് പോകുന്നു. അവിടെ സോഫ്റ്റ്വെയറിന് കോഡിംഗ് കൊടുത്തിട്ടുണ്ട്. ആ കോഡിംഗ് എന്ന് പറയുന്നത് ഇത്ര സ്റ്റെപ്പ് താഴെ വന്നാൽ വീണ്ടും വാങ്ങണം, ഇത്ര സ്റ്റെപ്പ് വന്നാൽ വീണ്ടും വാങ്ങണം, ഇത്ര സ്റ്റെപ്പ് വന്നാൽ വീണ്ടും വാങ്ങണം. ആവറേജിങ് എന്ന പ്രോസസ്സാണ് അവിടെ സിസ്റ്റം ഉപയോഗിക്കുന്നത്. പക്ഷേ വീണ്ടും 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 താഴത്തേക്ക് വന്നാൽ എന്റെ കയ്യിലുള്ള ഫണ്ട് തീരുന്നത് വരെ മാത്രമേ സിസ്റ്റത്തിന് വാങ്ങാൻ സാധിക്കൂ. അതിൽ താഴെ വാങ്ങാൻ സാധിക്കില്ല. അങ്ങനെ വാങ്ങിയ യൂണിറ്റുകളെല്ലാം വീണ്ടും വില താഴുന്ന അവസ്ഥയിലാണെങ്കിൽ ആ ഫണ്ട് ഹോൾഡിങ്ങിൽ കിടക്കും. ഒരിക്കൽ പോലും എനിക്ക് പ്രോഫിറ്റ് ലഭിക്കില്ല. എന്റെ ക്യാപിറ്റൽ പോലും അവിടെ ഇല്ല. ആ ക്യാപിറ്റലിലേക്ക് ഞാൻ തിരിച്ചു വരണമെങ്കിൽ മാർക്കറ്റ് തിരിച്ചു കയറി വരണം. അത് എത്ര നാൾ? ഒരു ഊഹാപോഹവും പറയാൻ പറ്റില്ല, ഒരു ഊഹവും പറയാൻ പറ്റില്ല, ഒരു സമയവും പറയാൻ പറ്റില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്ന ബോട്ടിന് പോലും സാധിക്കാത്ത സാഹചര്യങ്ങൾ ആ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നു. അത് മനസ്സിലായത് മാർക്കറ്റ് ഒന്നും ഡൗൺ ആയപ്പോഴാണ്. നല്ല സ്മൂത്ത് മാർക്കറ്റിൽ, വളരെ കൃത്യമായ ഫ്ലക്ച്വേഷൻ നടക്കുന്ന മാർക്കറ്റിൽ ഈ ബോട്ട് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരുന്നു. കൃത്യമായി പ്രോഫിറ്റ് തന്നുകൊണ്ടിരുന്നു. കൂടെ നിൽക്കുന്ന എല്ലാവർക്കും നല്ല പ്രോഫിറ്റ് വരാൻ തുടങ്ങി. പക്ഷെ മാർക്കറ്റ് ഒന്ന് ഡൗൺ ചെയ്തപ്പോ നേരെ റിവേഴ്സ് ആയി. പലർക്കും വലിയ നഷ്ടങ്ങൾ സംഭവിക്കുന്ന സാഹചര്യം. എല്ലാവരും പാനിക്കായപ്പോൾ ഞാൻ അവർക്ക് അഡ്വൈസ് കൊടുത്തു. അഡ്വൈസ് ഇത്ര മാത്രം: ഡോണ്ട് വറി, നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ മാർക്കറ്റ് റിവേഴ്സ് ആകും, മാർക്കറ്റ് തിരിച്ചു വരും. തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങളുടെ ഫണ്ട്, അതിലുൾപ്പെടെയുള്ള പ്രോഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. തീർച്ചയായും അത് കൃത്യമായി പാലിച്ച ആൾക്കാർ എല്ലാവരും 2024 മാർക്കറ്റ് അപ്പായപ്പോ അവർക്കെല്ലാം ലാഭത്തിൽ തന്നെ അവർക്ക് എക്സിറ്റ് ആകാൻ സാധിച്ചു. ഒരാൾക്കും 1 രൂപ പോലും നഷ്ടം സംഭവിച്ചില്ല. എന്നാൽ ഇത് കേൾക്കാതെ വിറ്റൊഴിഞ്ഞ ആൾക്കാരുണ്ട്,
അവർക്ക് വലിയ നഷ്ടം സംഭവിക്കുകയും ചെയ്തു. എന്നാൽ വുഡ മാർക്കറ്റ് പ്ലേസിലേക്ക് ഞാൻ വന്നപ്പോ, ഈ വുഡ മാർക്കറ്റ് പ്ലേസിൽ സാധ്യതയെ കുറിച്ച് പഠിച്ചപ്പോ ഇത്തരം ഒരു സാഹചര്യം പോലും വുഡ മാർക്കറ്റ് പ്ലേസിൽ ഇല്ല. കാരണം ഇവിടെ വില ഒരിക്കലും കുറയില്ല. സോ എന്താണ് വില കുറയാത്തതിന്റെ കാരണം? ആ കാരണത്തെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കണം. അതൊരു മിറാക്കിൾ മാത്തമാറ്റിക്സ് ആണ്. കണക്കിലെ ചിലൊരു കളിയാണ്. അത്തരം ഒരു കാൽക്കുലേഷനെ കുറിച്ച് ലോകത്ത് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ 2 വ്യക്തികൾ മാത്രമേ ചിന്തിച്ചുള്ളൂ. അവർ ചിന്തിച്ചു കൂട്ടിയ കാര്യങ്ങളെ കൃത്യമായ ഒരു അൽഗോരിതമാക്കി മാറ്റി അതിൽ ബ്ലോക്ക് ചെയിനിൽ ഡിപ്ലോയ് ചെയ്ത് കൊണ്ടുവന്നു. അതിന്റെ ഭാഗമായി ഒരിക്കലും വില കുറയാത്തൊരു പ്ലാറ്റ്ഫോം നമുക്ക് ലഭിച്ചു. ബൈയും സെല്ലും നടക്കുമ്പോൾ വില കൂടാൻ തുടങ്ങി. അങ്ങനെ 2024 മാർച്ച് 20 ഈ സിസ്റ്റം ഡിപ്ലോയ് ചെയ്യപ്പെട്ടു. 2024 മാർച്ച് 21 ഫസ്റ്റ് ട്രാൻസാക്ഷൻ ഈ സിസ്റ്റത്തിൽ നടന്നു. ആ ട്രാൻസാക്ഷൻ മുതൽ ഇന്ന് വരെയുള്ള കംപ്ലീറ്റ് ട്രാൻസാക്ഷനെയും ട്രാൻസ്പെറന്റ് ആയിട്ടാണ് സിസ്റ്റം വെച്ചിരിക്കുന്നത്. ഓരോ ട്രാൻസാക്ഷൻസും ആർക്ക് വേണം പരിശോധിക്കാം. എത്ര എമൗണ്ട് ഉള്ളിൽ വന്നു, അതുവഴി എന്തൊക്കെ സംഭവിച്ചു, അതുവഴി എത്ര പേ ഔട്ട് പോയി, എത്ര സിസ്റ്റത്തിൽ ലിക്വിഡിറ്റി ഉണ്ട്, ആ ലിക്വിഡിറ്റി സേഫ് ആണോ, ഇതിൽ നിന്നും എന്തെങ്കിലും മൂവ്മെന്റ് നടക്കുന്നുണ്ടോ, അതിൽ നിന്ന് അഡ്മിൻ ചാർജ് ആയിട്ട് എത്ര പോകണം, ഇതെല്ലാം കൃത്യമായി സിസ്റ്റത്തിൽ ട്രാൻസ്പെറന്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ ഈ സിസ്റ്റത്തിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് പൂർണ്ണമായിട്ടും കമ്മ്യൂണിറ്റിയെ ബേസ് ചെയ്തിട്ടാണ്. എത്ര കമ്മ്യൂണിറ്റി വരണം, ആ കമ്മ്യൂണിറ്റി അടിസ്ഥാനത്തിലുള്ള ഗ്രോത്ത് മാത്രമേ സിസ്റ്റത്തിൽ വരൂ. 2024 മാർച്ച് 23 മുതൽ സിസ്റ്റത്തിൽ സ്റ്റാർട്ട് ചെയ്തപ്പോ 2025 മാർച്ച് 18 വരെ പരിശോധിക്കുമ്പോൾ 1790 പേരുടെ ഒരു കമ്മ്യൂണിറ്റി മാത്രമേ ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് അന്നുള്ളൂ. ആ 1790 പേരുടെ കമ്മ്യൂണിറ്റി സിസ്റ്റത്തിൽ വന്നപ്പോ 0.01 USDT നിന്ന് 0.24 USDT ഗ്രോത്ത് മാത്രമേ സിസ്റ്റത്തിൽ സംഭവിച്ചുള്ളൂ. എന്നാൽ 2025 മാർച്ച് 18 സിസ്റ്റം അതിന്റെ ഫസ്റ്റ് ആഡ് ഓൺ പ്രൊജക്ട് ടോവ എന്ന പ്ലാറ്റ്ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ആ ടോവ പ്ലാറ്റ്ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടപ്പോ ടെതറോഷൻ വിർച്വൽ അസറ്റ്സിലേക്ക് ജനം കടന്നു വന്നപ്പോ അവിടെ സ്പീഡ് മാറി. 0.2124 എന്ന പ്രൈസിൽ നിന്ന് ഇന്ന് നമ്മൾ പരിശോധിച്ചാൽ $1 80 വില മാറി നിൽക്കുന്നു. പരിശോധിക്കണം, $1 80 0.24 നിന്ന് മാറി എന്ന് പറയുമ്പോൾ എത്ര ശതമാനമാണ് ഗ്രോത്ത്? 1.8 മൈനസ് 0.24 എന്ന് പറയുമ്പോൾ $1 56 ലാഭമുണ്ട്. ആ $1 56 ഡിവൈഡ് ബൈ 0.24 ഇൻറ്റു 100 എന്നെടുത്താൽ ഈ ചുരുങ്ങിയ സമയം കൊണ്ടുണ്ടാക്കിയ ഗ്രോത്ത് എന്ന് പറയുന്നത് 650% ഗ്രോത്ത് ആണ്. ഈ ചുരുങ്ങിയ സമയത്ത് മാത്രം ഉണ്ടായ ഗ്രോത്ത്, ചെറിയ ഗ്രോത്ത് അല്ല അത്. വളരെ വ്യക്തമായ ചില കാര്യങ്ങൾ ഈ സിസ്റ്റത്തിൽ അവിടെ സംഭവിച്ചു. എന്താണ് സംഭവിച്ചത്? ആ മാത്തമാറ്റിക്കൽ ഫോർമുലയിലേക്ക് വളരെ വേഗം ലിക്വിഡിറ്റി എന്ന സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനുള്ള സാഹചര്യം സിസ്റ്റം ക്രിയേറ്റ് ചെയ്തു. ഇത് 2024 മാർച്ചിൽ ഡിസൈൻ ചെയ്തൊരു കാര്യമാണ്. ആഡ് ഓൺ പ്രൊജക്ട് കൊണ്ടുവന്ന് ഈ സിസ്റ്റത്തിന്റെ സ്പീഡിൽ മാറ്റം കൊണ്ടുവരാനുള്ള ഒരു പ്രോസസ്, അത് 5 ആഡ് ഓൺ പ്രൊജക്റ്റിലൂടെ സംഭവിക്കുമെന്ന് സിസ്റ്റം അനൗൺസ് ചെയ്തു. അതിന് കമ്മ്യൂണിറ്റി വേണം. 2000 ആൾക്കാരുടെ കമ്മ്യൂണിറ്റി എത്തുമ്പോൾ വരുമെന്നാണ് അനൗൺസ് ചെയ്യപ്പെട്ടിരുന്നത്. 1790 കമ്മ്യൂണിറ്റി എത്തിയപ്പോഴത്തേക്കും ആ പ്രൊജക്ട് ഓൺ ചെയ്യാൻ ഈ സിസ്റ്റത്തിന് സാധിച്ചു. അങ്ങനെ ആ പ്രൊജക്ട് ഓൺ ആയി. പ്രൊജക്ട് ഓൺ ആകുമ്പോൾ അവിടെ വലിയൊരു മാറ്റമാണ് സിസ്റ്റത്തിൽ കൊണ്ടുവന്നത്. എന്താണ്? 2024 മാർച്ച് 20 മുതൽ 2024 മാർച്ച് 17 വരെയുള്ള സമയങ്ങളിൽ ഈ സിസ്റ്റത്തിൽ ആര് കടന്നു വന്നാലും $20 മുതൽ $1000 റേഞ്ചിലുള്ള എമൗണ്ട് കൊണ്ട് കടന്നു വരാൻ പറ്റുമായിരുന്നു. പുതുതായിട്ട് കടന്നു വരുന്ന ആൾക്ക് $20 മുതൽ $1000 ഉള്ള ഏത് എമൗണ്ട് കൊണ്ടും വാങ്ങാൻ പറ്റുമായിരുന്നു. ഇനി $5000 $10000 ചെയ്യണമെങ്കിൽ 1000 എന്ന മൾട്ടിപ്പിൾസ് ഉപയോഗിച്ച് മാത്രമേ വരാൻ പറ്റുമായിരുന്നുള്ളൂ. അങ്ങനെ വന്ന ഈ സിസ്റ്റം വരുന്ന എല്ലാവർക്കും 35% വരെയുള്ള യൂണിറ്റ്സ് കൊടുക്കാൻ തുടങ്ങി. അപ്പൊ $1000 കൊണ്ട് ഞാൻ കടന്നു വരുമ്പോ ആ സമയത്ത് ബൈ പ്രൈസ് എത്രയാണോ ആ ബൈ പ്രൈസിന് 35% വിലയുള്ള യൂണിറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോ എനിക്ക് ലഭിച്ച യൂണിറ്റിന്റെ എണ്ണം വെറും $350 വാല്യൂ ഉള്ളത് മാത്രമാണെന്ന് അർത്ഥം. അവിടെ നിന്ന് വേണം ഞാൻ ഗ്രോത്ത് എടുക്കാൻ. ആ ഗ്രോത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുമ്പോ $1000 വരെ കാത്തിരുന്നാൽ എന്റെ മുതൽ പോലും ആയിട്ടില്ല. ഞാൻ നേരത്തെ ബോട്ടിന്റെ കഥ പറഞ്ഞതുപോലെയാണ്. മാർക്കറ്റ് ഒന്ന് ഡൗൺ ആയാൽ തിരിച്ച മാർക്കറ്റ് കയറുന്നത് എപ്പോഴെന്ന് പറയാൻ സാധിക്കില്ല.
സോ 35% ഞാൻ തുടങ്ങിയാൽ എപ്പോ 100%-ലേക്ക് എത്തുമെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. അതിനുശേഷം വരുന്ന ഗ്രോത്ത് മാത്രമേ ഈ സിസ്റ്റത്തിൽ നമുക്ക് എടുക്കാൻ സാധിക്കൂ. ലാഭം എന്ന രൂപത്തിലേക്ക് എത്തണമെങ്കിൽ ഒരു കാത്തിരിപ്പ് അനിവാര്യമായ ഒരു സിസ്റ്റമാണ് 2024 മാർച്ച് 20 ഈ സിസ്റ്റം ലോഞ്ച് ചെയ്തത്. അവിടെ വേറൊരു കാര്യം ഈ സിസ്റ്റം ചെയ്തു. ഈ 35% വിലയുള്ള യൂണിറ്റ്സ് സിസ്റ്റം ഇഷ്യൂ ചെയ്യുമ്പോൾ ആ വന്ന ഫണ്ടിന്റെ 52% ഫണ്ട് ഉപയോഗിച്ച് ഒരു ലിക്വിഡിറ്റി സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങി. ഈ ലിക്വിഡിറ്റി തുടക്കത്തിൽ 0 ആയിരുന്നു. ഈ ലിക്വിഡിറ്റി 0 വെച്ചുകൊണ്ട് ഈ സിസ്റ്റം ഇഷ്യൂ ചെയ്യുമ്പോൾ അന്ന് യൂണിറ്റുകളുടെ എണ്ണം 0 ആയിരുന്നു. ഓരോ കസ്റ്റമേഴ്സും വരുമ്പോൾ അവർ വരുന്ന എമൗണ്ടിനനുസരിച്ച് ലിക്വിഡിറ്റി കൂടാൻ തുടങ്ങി. അതിന് ആനുപാതികമായി കോയിന്റെ എണ്ണത്തിൽ മാറ്റം വരാൻ തുടങ്ങി. അതിന് ആനുപാതികമായി പ്രൈസിൽ മാറ്റം വരാൻ തുടങ്ങി. ബൈ പ്രൈസ് മാറുമ്പോഴെല്ലാം സെൽ പ്രൈസ് മാറിക്കൊണ്ടിരുന്നു. ഇങ്ങനെ സിസ്റ്റം മുന്നോട്ട് പോയി 2025 മാർച്ച് 18 അന്നുണ്ടായിരുന്ന ബൈ പ്രൈസ് എത്രയോ അതിന്റെ 5 മടങ്ങായി ഈ സിസ്റ്റം ടോവയുടെ വില ഫിക്സ് ചെയ്തു. അപ്പോ ടെതറോഷൻ പ്രൈസ് $0.10 ആണെങ്കിൽ ടോവയുടെ പ്രൈസ് $0.50 മാറും. ടെതറോഷൻ പ്രൈസ് $1 ആണെങ്കിൽ ടോവയുടെ പ്രൈസ് $5 മാറും. അങ്ങനെ 0.24 നിൽക്കുന്ന സമയത്ത് മാർക്കറ്റ് പ്ലേസ് ഓപ്പൺ ആയപ്പോ ടോവയുടെ പ്രൈസ് $1.20 ആയിരുന്നു. ആ 20 സെന്റിൽ നിന്ന് $1.20 ഇന്ന് പരിശോധിക്കുമ്പോൾ $9 ഗ്രോത്ത് എത്തി. എങ്ങനെ? ഈ സിസ്റ്റത്തിൽ നടന്ന ഓരോ ട്രാൻസാക്ഷൻസും അനുസരിച്ച്. എന്തുകൊണ്ടാണ് 0.0 നിന്ന് 0.24 എത്താൻ വേണ്ടി 1 വർഷം എടുത്ത സിസ്റ്റം ആ 0.24 നിന്ന് 1.8 എത്താൻ വെറും 2 മാസത്തിന് മേലെ മാത്രമേ എടുത്തുള്ളൂ, 3 മാസത്തിന് താഴെ മാത്രം? എന്തുകൊണ്ട് അത്ര സ്പീഡ് ഗ്രോത്ത് സംഭവിച്ചു? ഒരേ ഒരു റീസൺ, ഈ സിസ്റ്റത്തിൽ മാർക്കറ്റ് പ്ലേസ് ഓപ്പൺ ആയപ്പോ 5 വഴിയിലൂടെ ലിക്വിഡിറ്റിയിൽ മാറ്റം വരാൻ തുടങ്ങി. ഏതൊക്കെയാണ് 5 വഴി? ആര് വാങ്ങിയാലും ആ വാങ്ങണമെങ്കിൽ $20 കൊണ്ട് രജിസ്റ്റർ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന എമൗണ്ട് എത്രയാണോ ആ എമൗണ്ടിന്റെ 52% ലിക്വിഡിറ്റിയിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നതുകൊണ്ട് ലിക്വിഡിറ്റിയിൽ മാറ്റം വന്നു, പ്രൈസ് കയറി. അവർ ടോവയിൽ നിന്ന് വാങ്ങാൻ തുടങ്ങും. ടോവയിൽ വാങ്ങുമ്പോൾ അവർക്ക് $20 മുതൽ $5000 റേഞ്ചിലുള്ള ഏത് എമൗണ്ട് കൊണ്ട് വാങ്ങാം. വാങ്ങുന്നവർക്ക് സിസ്റ്റം 5% ബോണസ് എക്സ്ട്രാ കൊടുക്കും. അപ്പോ $1000 കൊണ്ട് വാങ്ങുന്ന ഒരാൾക്ക് $1050 യൂണിറ്റ്സ് കൊടുക്കുന്നു. അപ്പൊ അതുവരെ ഉണ്ടായിരുന്ന അനുഭൂതിയല്ല ടെതറോഷൻ മെമ്പേഴ്സിന് അവിടെ കിട്ടിയത്. അതുവരെ $1000 മുടക്കിയാൽ $350 യൂണിറ്റ്സ് കിട്ടുന്ന അവസ്ഥയായിരുന്നെങ്കിൽ ടോവ വന്നപ്പോ $1050 യൂണിറ്റ്സ് കിട്ടുന്ന അവസ്ഥയിലേക്ക് സിസ്റ്റം ചേഞ്ച് ആയി. എക്സൈറ്റ്മെന്റ് കൂടി, സ്പീഡ് ഇൻക്രീസ് ആവാൻ തുടങ്ങി. ആളുകൾ കൂടുതൽ സിസ്റ്റത്തെ അന്വേഷിക്കാൻ തുടങ്ങി. അതുവരെ ടെതറോഷൻ സിസ്റ്റത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു സൂം പ്രോഗ്രാമിലേക്ക് ആളുകൾ വിളിക്കുമ്പോൾ ഒരു 35-40 പേർ വന്നുകൊണ്ടിരുന്ന അവസ്ഥയിൽ നിന്ന് സൂം പ്രോഗ്രാമിൽ ആളുകളുടെ എണ്ണം കൂടാൻ തുടങ്ങി. കാരണം ആവേശം, ഈ സിസ്റ്റത്തിൽ വരുമാനം കിട്ടാനുള്ള പോസിബിലിറ്റി വർദ്ധിച്ചു. പക്ഷെ അവർക്കെല്ലാം സിസ്റ്റം ഒരു ലോക്കിംഗ് പീരീഡ് കൊടുത്തു. ഈ ലോക്കിംഗ് പീരീഡ് കഴിയാതെ അവർക്ക് അത് സെല് ചെയ്യാൻ സാധിക്കില്ല. സെല് ചെയ്യുന്നത് മാർക്കറ്റ് പ്ലേസിലാണ്. മാർക്കറ്റ് പ്ലേസിൽ സെല് ചെയ്യുമ്പോൾ 3% സർവീസ് ചാർജ് കൊടുക്കണം. പക്ഷെ ഇനീഷ്യൽ സ്റ്റേജില് ഈ മാർക്കറ്റ് പ്ലേസിൽ സെല് ചെയ്യാൻ ആരുടെ അടുത്തും ടോവയില്ല. അങ്ങനെ വന്നവർ വിൽക്കാൻ തുടങ്ങിയപ്പോ മാർച്ച് 18 വന്നു. അങ്ങനെ വന്നവർ വിൽക്കാൻ തുടങ്ങിയപ്പോ ആ വിൽക്കുന്ന യൂണിറ്റ് അത്രയും സിസ്റ്റം വേറൊരാൾ ബൈ ചെയ്തു പോകുന്ന അവസ്ഥ ഉണ്ടായി. അങ്ങനെ ബൈ ചെയ്തു പോകാൻ തുടങ്ങിയപ്പോ അവർക്ക് യൂണിറ്റ് കിട്ടാൻ തുടങ്ങി. അപ്പൊ വിൽക്കാനുണ്ടെന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് വിറ്റുപോയി. വാങ്ങുന്നവർക്ക് പെട്ടെന്ന് യൂണിറ്റ് കിട്ടുന്നു. പക്ഷെ വാങ്ങുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരുന്നപ്പോ വിൽക്കാൻ ആള് കുറവ്, വാങ്ങാൻ ആൾ ഇഷ്ടം പോലെ. സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? വാങ്ങുന്നവർ ക്യൂ നിൽക്കാൻ തുടങ്ങി. പൈസ ഉണ്ട്, ഡോളർ ഉണ്ട്, പക്ഷെ വാങ്ങാൻ കിട്ടുന്നില്ല. പരാതിയായി, സർ വാങ്ങാൻ ഞങ്ങൾ തയ്യാറാണ്, കിട്ടുന്നില്ല. ഇങ്ങനെ പോയ എങ്ങനെ ശരിയാവും? ചോദ്യം അതാണ്. അവിടെ സയൻസ് എന്താന്ന് മനസ്സിലാക്കണം. ഇവിടെ ട്രേഡ് ചെയ്യപ്പെടുന്ന യൂണിറ്റ് മാർക്കറ്റ് പ്ലേസിൽ സെല്ല് ചെയ്യാൻ ഒരാൾ വരാതെ അവിടെ വാങ്ങാൻ ആൾക്കാർക്ക് കിട്ടില്ല. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള മാനിപ്പുലേഷൻ പോസിബിലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ സിസ്റ്റം ആ സമയത്ത് ഇഷ്ടംപോലെ യൂണിറ്റ് വിൽക്കുമായിരുന്നു, ഇഷ്ടംപോലെ യൂണിറ്റ്സ് വിൽക്കാൻ ഇടുമായിരുന്നു. പക്ഷെ അവിടെ ഒന്നും ഒരു മാനിപ്പുലേഷനും ഈ സിസ്റ്റത്തിൽ സംഭവിച്ചിട്ടില്ല.
അതിന്റെ അർത്ഥം വളരെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു സ്മാർട്ട് കോൺട്രാക്ട് ICO എന്ന സിസ്റ്റത്തിലൂടെ സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നു. അതിലൂടെ ഇഷ്യൂ ചെയ്യുന്ന യൂണിറ്റ് അല്ലാതെ മാർക്കറ്റ് പ്ലേസ് സെല്ല് ചെയ്യാനില്ല. എന്നാൽ സിസ്റ്റം തുടങ്ങി, റൺ ചെയ്യാൻ തുടങ്ങി, സിസ്റ്റത്തിൽ ആളുകൾ വാങ്ങാൻ തുടങ്ങി. വാങ്ങിക്കഴിഞ്ഞപ്പോ അവർക്ക് ലോക്കിംഗ് പീരീഡ് കഴിഞ്ഞു. ലോക്കിംഗ് പീരീഡ് കഴിയുമ്പോൾ ഉറപ്പായിട്ടും അവർ സെല്ല് ചെയ്യാൻ വരും. മാർക്കറ്റ് പ്ലേസിൽ വാങ്ങി, അവർക്ക് 30% മാത്രമേ മാക്സിമം ലാഭമുള്ളൂ. 30% മാക്സിമം ലാഭത്തിൽ എത്തിയാൽ അവർ വിൽക്കാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും വിൽപ്പനക്കാർ വന്നു, വാങ്ങുന്നവർ വന്നു. ഓരോ ദിവസം ചെല്ലുന്തോറും ആദ്യമായി വാങ്ങിക്കൂട്ടിയ ആൾക്കാർ വിൽപ്പനയിലേക്ക് തോതിൽ കയറി വന്നു. ആ വാങ്ങുന്നവരുടെ എണ്ണവും വന്നു. ആ അനുപാതം ഇൻബാലൻസ് സിറ്റുവേഷൻ എത്തുന്ന ചില ആക്ടിവിറ്റികൾ സിസ്റ്റത്തിൽ നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോ സിസ്റ്റം വളരെ കൃത്യമായ ചില കണ്ടീഷൻസ് കൊണ്ടുവന്നു. ആ കണ്ടീഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടപ്പോ സിസ്റ്റം ഒരല്പം സ്ലോനെസ് കാണിച്ചു. എന്താണ് സ്ലോനെസ്? റീസെന്റ് ആയിട്ട് വന്ന അപ്ഡേറ്റ്സ് ഒന്ന് പരിശോധിച്ചാൽ മതി. 1:3. ടോവയിൽ നിന്ന് $100 വാങ്ങിയാൽ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് $300 വാങ്ങാം. മാർക്കറ്റ് പ്ലേസിൽ $300 വാങ്ങിക്കഴിഞ്ഞാൽ മറുപടി ടോവയിൽ നിന്ന് വാങ്ങിയാൽ മാത്രമേ വീണ്ടും മാർക്കറ്റ് പ്ലേസിൽ വാങ്ങാൻ സാധിക്കൂ. ഈ കണ്ടീഷൻ ഇംപ്ലിമെന്റ് ചെയ്തപ്പോ ടോവയിൽ നിന്ന് വാങ്ങാതെ തന്നെ നേരത്തെ മാർക്കറ്റ് പ്ലേസിൽ വാങ്ങിയവരുണ്ട്. 1000-നും 2000-നും 10,000-നും 20,000-നും 50,000-നും വാങ്ങിയവരുണ്ട്. അവർക്കെല്ലാം പിന്നെ മാർക്കറ്റ് പ്ലേസിൽ വാങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അവർ ടോവയിൽ നിന്ന് വാങ്ങി അവരുടെ ലിമിറ്റ് കംപ്ലീറ്റ് ചെയ്യാതെ വീണ്ടും മാർക്കറ്റ് പ്ലേസ് വരാൻ സാധിക്കില്ല. സ്വാഭാവികമായിട്ടും ഒരു ചെറിയ കമ്മ്യൂണിറ്റിയിൽ നിൽക്കുന്ന സിസ്റ്റത്തിൽ മാർക്കറ്റ് പ്ലേസിന്റെ ബൈയിങ് തോത് കുറഞ്ഞു. പക്ഷെ സെല്ലേഴ്സ് അവിടെ ഉണ്ട്. അത് കണ്ടപ്പോ ആളുകൾ വീണ്ടും പാനിക്കായി. സർ, ഇഷ്ടംപോലെ സാധനം കിടക്കുന്നു, ആരും വാങ്ങാനില്ലേ? ടെൻഷനായി. സത്യത്തിൽ ഈ ടെൻഷനും ഈ വേവലാതിക്കുമെല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ സിസ്റ്റത്തിന്റെ ബേസ് എന്താണെന്ന് മനസ്സിലാക്കാത്തതാണ്. ഈ സിസ്റ്റത്തിന്റെ ബേസ് ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ഈ സിസ്റ്റത്തിന്റെ സ്ട്രോങ് ആയി നിൽക്കുന്ന ഈ പ്ലാറ്റ്ഫോമിന്റെ മാത്തമാറ്റിക്കൽ ഇവന്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നമുക്ക് ഒരു ടെൻഷനും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നമുക്ക് കണ്ടെത്താൻ കഴിയുമായിരുന്നു. ഒരു പൊന്മുട്ടയിടുന്ന താറാവ് ഈ സിസ്റ്റത്തിൽ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. ആ താറാവിന് ആവശ്യമായ ശരിയായ ഭക്ഷണം കൊടുക്കാൻ നമ്മൾ തയ്യാറായാൽ മതി. ആ താറാവിന് ആവശ്യമായ ശരിയായ പരിചരണം കൊടുക്കാൻ നമ്മൾ തയ്യാറായാൽ മതി. എക്കാലവും ഈ സിസ്റ്റത്തിൽ നിന്ന് 30% എന്ന അളവിൽ നമ്മുടെ മുതൽ മുടക്കിനെ ലാഭകരമാക്കി മാറ്റിയെടുക്കാൻ ഈ സിസ്റ്റം നമ്മളെ സഹായിക്കും. എങ്ങനെ? എന്ത് ഭക്ഷണമാണ് കൊടുക്കേണ്ടത്? എന്ത് പരിചരണമാണ് കൊടുക്കേണ്ടത്? ഇതാണ് ഈ സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. അത്തരമൊരു പരിചരണം കൊടുക്കാൻ നമ്മൾ എല്ലാവരും തയ്യാറാണോ? ആണെങ്കിൽ നമ്മൾ മാത്രം മതി ഈ സിസ്റ്റത്തെ വേറെ ലെവലിൽ എത്തിക്കാൻ. എന്നാൽ ആ പരിചരണം കൊടുക്കാൻ നമ്മൾ തയ്യാറല്ല. ഇതൊന്നും ശരിയല്ല, ഇതൊന്നും മുന്നോട്ട് പോകില്ല. ഡോണ്ട് വറി, ഒരു പാനിക് സിറ്റുവേഷൻ ഇവിടെ വേണ്ട. നിങ്ങൾക്ക് സെല്ല് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാതെ നിങ്ങൾക്ക് മാറി നിൽക്കാം. ഈ മാർക്കറ്റ് എങ്ങനെ പോകുന്നു നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. പുറമെ നിന്ന് വാച്ച് ചെയ്തുന്ന ഈ മാർക്കറ്റിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് കിട്ടും ഉത്തരം. ഈ മാർക്കറ്റ് നമ്മൾ ചിന്തിച്ചതുപോലെ അല്ല, നമ്മൾ ഇതുവരെ കണ്ടതല്ല. ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആശയം ഈ സിസ്റ്റത്തിൽ ഉണ്ട്. ആ ആശയത്തിന്റെ പവർ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഏറ്റെടുക്കാം, വീണ്ടും നമുക്ക് കടന്നു വരാം. കാരണം പണം നമ്മുടെ കയ്യിലുണ്ട്. ആ പണം ഉപയോഗിച്ച് നമുക്ക് ട്രേഡ് കണ്ടിന്യൂ ചെയ്യാം. എനി മൊമെന്റ് നിങ്ങൾക്ക് ട്രേഡ് കണ്ടിന്യൂ ചെയ്യുന്നോ അവിടെ വീണ്ടും സിസ്റ്റത്തെ മനസ്സിലാക്കി ഏറ്റെടുക്കണം. ഈ സിസ്റ്റത്തിന് കൊടുക്കേണ്ടതായ ഇവന്റുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി പ്രവർത്തിക്കുകയും ചെയ്യണം. ഇത് എന്റെ നാടൻ ഭാഷ പറയുമ്പോൾ അത്യാഗ്രഹം മൂത്ത് ആക്രാന്തം മൂത്ത് ഇറങ്ങിത്തിരിക്കേണ്ട ഒരു പ്ലാറ്റ്ഫോം അല്ല. ഇത് എല്ലാവർക്കും ഒരുപോലെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഓപ്പർച്യൂണിറ്റിയിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 3 ഇവന്റുകളാണ് ഈ ഓപ്പർച്യൂണിറ്റി കടന്നു വരുന്ന ഒരാൾക്ക് ഉള്ളത്. ഒന്ന്, രജിസ്ട്രേഷൻ. അത് 1 ടൈം കൊടുത്താൽ മതി. $20 മതി, അതിൽ കൂടുതൽ എമൗണ്ട് വേണ്ട. എന്നാൽ അതേ പ്ലാറ്റ്ഫോമിൽ തന്നെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഒരു ബുദ്ധിമുട്ടുമില്ല. $20 രജിസ്റ്റർ ചെയ്തു, ലോഗിൻ ചെയ്യുമ്പോൾ ടെതറോഷനിലേക്ക് ഒന്ന് ലോഗിൻ ചെയ്തു. അവിടെ ഒരു ബൈ ബട്ടൺ ഉണ്ട്, അവിടെ പ്രസ് ചെയ്തു, $100 ചെയ്തു, നിങ്ങൾക്ക് $35 യൂണിറ്റ്സ് കിട്ടും. ഒരു $1000 ചെയ്തു, $350 യൂണിറ്റ്സ് വീണ്ടും കിട്ടും. ഒരു $500 ചെയ്തു, $175 യൂണിറ്റ്സ് വീണ്ടും കിട്ടും. അങ്ങനെ പല എമൗണ്ട് നിങ്ങൾക്ക് ടെതറോഷനിൽ വാങ്ങാം. പക്ഷെ എപ്പോഴും വാങ്ങുന്നതിന്റെ 35% വില മാത്രമേ അവിടെ യൂണിറ്റ് ആയിട്ട് കിട്ടൂ. അവിടെ നിന്ന് വേണം ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യാൻ. ആ ഗ്രോത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നു.
ഒരു 3 മാസം കൊണ്ട് നിങ്ങൾ മുതൽ മുടക്കിയ എമൗണ്ട് ഇരട്ടിയായി മാറി. നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. സെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. എത്ര യൂണിറ്റ്സ് വേണമെന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ചെയ്താൽ മതി. ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് പണം കിട്ടും. അവിടെ ഒരു ബയറെ നിങ്ങൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. കാരണം ആ സിസ്റ്റത്തിന്റെ ബേസ് മാത്തമാറ്റിക്സ് വാങ്ങുമ്പോൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും, വിൽക്കുമ്പോ സിസ്റ്റം ബേൺ ചെയ്യും. വാങ്ങുമ്പോ 52% ലിക്വിഡിറ്റി ആഡ് ചെയ്യപ്പെടും. വിൽക്കുമ്പോ ഏത് എമൗണ്ടിനാണോ വിറ്റത് അതിന് 90% ലിക്വിഡിറ്റി റിലീസ് ചെയ്ത് കൊടുക്കും. സോ ഈ ബേസ് ഇവിടെ നിൽക്കുമ്പോ ഈ സിസ്റ്റം ഒരിക്കലും സ്റ്റോപ്പ് ആവാത്ത സിസ്റ്റമായിട്ട് മാറും, തർക്കമില്ല. ആ ബേസ് ഇല്ലെങ്കിൽ ഈ ടോവ മാർക്കറ്റ് പ്ലേസിന് യാതൊരു സ്കോപ്പും ഞാൻ കാണുന്നില്ല. ആ ബേസ് അവിടെ ഉള്ളിടത്തോളം കാലം, ആ ബേസ്മെന്റ് കഴിഞ്ഞ ഒരു വർഷത്തെ സ്ട്രഗിളിൽ ഈ സിസ്റ്റത്തിൽ ഉണ്ടാക്കിയെടുത്തപ്പോ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും 0 ലിക്വിഡിറ്റിയിൽ നിന്ന് $5 ലക്ഷം വരെ ലിക്വിഡിറ്റി ഉണ്ട്. ഒരിക്കൽ എന്റെ സുഹൃത്ത് ചോദിച്ചു, സർ എന്തിനാണ് $5 ലക്ഷം വച്ചിരിക്കുന്നത്? അതുപയോഗിച്ച് ഈ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്തുകൂടെ? ആ ചോദിച്ച സുഹൃത്തിന് ഈ $5 ലക്ഷം എങ്ങനെ വന്നു എന്ന ചോദ്യത്തിന് ഉത്തരമില്ലായിരുന്നു. $5 ലക്ഷം വെറുതെ വന്നതല്ല. ഈ സിസ്റ്റത്തിൽ നടക്കുന്ന ഓരോ ആക്ടിവിറ്റിയിലും സിസ്റ്റം വെച്ചിരിക്കുന്ന മാത്തമാറ്റിക്കൽ ഫോർമുല അനുസരിച്ച് അക്യുമുലേറ്റ് ചെയ്തൊരു ഫണ്ടാണ് ആ $5 ലക്ഷം. അതൊരു ട്രഷറിയാണ്. ആ ട്രഷറിയിലെ ഫണ്ട് ആർക്കും എടുക്കാൻ സാധിക്കില്ല. ആ ട്രഷറിയിലെ ഫണ്ട് എടുക്കാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തി, ഒരേ ഒരു ആൾ, ആരുടെ കയ്യിലാണോ അയാളുടെ കയ്യിൽ എത്ര യൂണിറ്റ് ടെതറോഷനിലുണ്ടോ ആ യൂണിറ്റിന് ഇപ്പൊ എത്ര മൂല്യമുണ്ടോ ആ മൂല്യത്തിനനുസരിച്ച് മാത്രം ഫണ്ട് എടുക്കാം. അതും പൂർണ്ണമായിട്ട് എടുക്കാൻ സാധിക്കില്ല. അയാളുടെ പാക്കേജ് $1000 ആണെങ്കിൽ $2000 വരെയുള്ള മൂല്യം എടുക്കാം. ഒരുപക്ഷെ $1000 മുതൽ മുടക്കിയപ്പോ അദ്ദേഹത്തിന് ഒരു സമയത്ത് അദ്ദേഹത്തിന് കിട്ടിയ യൂണിറ്റിന്റെ ഇപ്പോഴത്തെ മൂല്യം $25,000 ആയിരിക്കാം. പക്ഷെ മുതൽ മുടക്കിയത് 1000 ആയതുകൊണ്ട് ആ 25,000-ൽ നിന്ന് 2000-നുള്ള യൂണിറ്റ് മാത്രമേ അദ്ദേഹത്തിന് എടുക്കാൻ സാധിക്കൂ. ആ വിൽക്കൽ പ്രക്രിയ നടന്നാൽ അപ്പൊ തന്നെ ടോട്ടൽ കമ്മ്യൂണിറ്റിക്ക് വില കൂടും. കാരണം ലിക്വിഡിറ്റി കോയിൻ അനുപാതത്തിൽ മാറ്റം വന്നു. സോ ടെതറോഷന്റെ ബൈ പ്രൈസ് ചേഞ്ച് ആയി. ടെതറോഷന്റെ ബൈ പ്രൈസിന്റെ 5 ഇരട്ടിയായിട്ട് മാർക്കറ്റ് പ്രൈസിൽ പ്രൈസ് സെറ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് പ്രൈസിലും പ്രൈസ് ചേഞ്ച് ആയി. സോ ഒരാൾ ടെതറോഷൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് അയാളുടെ പ്രോഫിറ്റ് $2000 വിഡ്രോ ചെയ്തപ്പോ ടോട്ടൽ കമ്മ്യൂണിറ്റിക്ക് പ്രൈസ് കൂടി. അദ്ദേഹത്തിന് ആ $2000-ന്റെ 90% $1800 ഇൻസ്റ്റന്റ് ആയിട്ട് ലഭിച്ചു. ഈ ഇൻസ്റ്റൻസി എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാർ ഒരുപക്ഷെ ടോവ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരും അതേ ഇൻസ്റ്റൻസി പ്രതീക്ഷിക്കുന്നുണ്ടാകും. തുടക്കത്തിൽ അത് കിട്ടിയപ്പോ ഇനി അത് കണ്ടിന്യൂ ചെയ്ത് കിട്ടുമെന്ന പ്രതീക്ഷ ഒരുപക്ഷെ അവർക്ക് ഉണ്ടായി കാണും. എന്നാൽ ഒരു പ്ലാറ്റ്ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോ ആ പ്ലാറ്റ്ഫോം പറയുന്ന മാത്തമാറ്റിക്സ് എന്താണ്, ആ പ്ലാറ്റ്ഫോമിലൂടെ ലാഭം ഉണ്ടാക്കാനുള്ള വഴികൾ എന്താണ്, ആ വഴികളെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആശങ്കകൾക്ക് സ്കോപ്പില്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. സോ സിസ്റ്റം പറയുന്ന കാര്യം $25,000 വാല്യൂ ഉള്ള ടെതറോഷൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് $2000 എടുത്തു. ഇനി ബാക്കി $23,000 വാല്യൂ അവിടെ ഉണ്ട്. ആ വാല്യൂ വിഡ്രോ ചെയ്യണമെങ്കിൽ റീബൈ ചെയ്ത് ലിമിറ്റ് ഇൻക്രീസ് ചെയ്യണം. അപ്പോ അദ്ദേഹത്തിന്റെ കയ്യിൽ $1800 ഉണ്ട്. അതിൽ $1000 അദ്ദേഹം റീബൈ ചെയ്താൽ വീണ്ടും $350 മൂല്യമുള്ള യൂണിറ്റ്സ് അദ്ദേഹത്തിന് വീണ്ടും കൊടുക്കും. ആ യൂണിറ്റ് ഏത് വിലക്കാണ് കൊടുക്കുക? പ്രസന്റ് മാർക്കറ്റ് പ്രൈസിലാണ് കൊടുക്കുക. തുടക്കത്തിൽ അദ്ദേഹം വാങ്ങിയപ്പോ അന്നത്തെ മാർക്കറ്റ് റേറ്റിൽ കിട്ടിയ യൂണിറ്റ്സ് ആണ് ഇന്ന് $25,000 എത്തിച്ചു കൊടുത്തത്. പക്ഷെ ഇന്ന് റീബൈ ചെയ്താൽ ഇന്നത്തെ വിലക്കുള്ള യൂണിറ്റ് മാത്രമേ കൊടുക്കൂ. സ്വാഭാവികമായിട്ടും കിട്ടുന്ന യൂണിറ്റിന്റെ എണ്ണത്തിൽ കുറവുണ്ടാകും. പക്ഷെ മൂല്യം 350 ആണ്. സോ $23,000 ഇപ്പൊ വാല്യൂ ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ 350 കൂടി $23,350 വാല്യൂ ഇപ്പോ ആയി. ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന്റെ കാരണം ഈ സിസ്റ്റത്തിന്റെ ബേസ് മാത്തമാറ്റിക്സ് ഒരുപക്ഷെ റീസെന്റ് ആയിട്ട് വന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നതിൽ എല്ലാവരും വിജയിക്കണം നിർബന്ധമില്ല. പക്ഷെ കൃത്യമായിട്ട് അത് മനസ്സിലാക്കിയാൽ ഈ സിസ്റ്റം ബ്യൂട്ടിഫുൾ ആണെന്നും ഈ സിസ്റ്റത്തിന്റെ ബ്യൂട്ടി എക്കാലവും നിലനിൽക്കുന്നതാണെന്നും ഈ സിസ്റ്റത്തെ തൊടാൻ, ഈ സിസ്റ്റത്തിൽ ഒരു ഫെയിലർ വരാൻ, ഈ സിസ്റ്റത്തിൽ ഒരു ലോസ് ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ട് എന്നും നമുക്ക് പഠിക്കാൻ സാധിക്കും. സോ അവിടെ $23,350 വാല്യൂ ഉള്ള യൂണിറ്റ്സ് വന്നു. $1000 ബൈ ചെയ്തുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അദ്ദേഹത്തിന് $2000 യൂണിറ്റ്സ് സെല് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടി. അദ്ദേഹം ആ യൂണിറ്റ്സ് സെല് ചെയ്തു. സോ 23,350 2000 സെല് ചെയ്യുമ്പോൾ
വീണ്ടും 21,350 യൂണിറ്റിന്റെ വാല്യൂ കുറഞ്ഞു. ഇമ്മീഡിയറ്റ് ആയിട്ട് $1,800 വില കിട്ടി. ഇവിടെ എന്ത് സംഭവിച്ചു? ആദ്യത്തെ വിൽപ്പനയിൽ വില കൂടിയിരുന്നു. ഒരു വാങ്ങൽ നടന്നപ്പോ വീണ്ടും വില കൂടിയിരുന്നു. അടുത്ത വിൽപ്പനയിൽ വീണ്ടും വില കൂടിയിരുന്നു. അങ്ങനെ ഒരാൾ അയാളുടെ കൈവശമുള്ള പ്രോഫിറ്റ് ടെതറോഷിൽ എടുക്കാൻ തുടങ്ങിയാൽ ഒരു ബയറും ഇല്ലാതെ തന്നെ ഈ സിസ്റ്റത്തിൽ പ്രൈസ് ചേഞ്ച് നടന്നുകൊണ്ടേയിരിക്കും. പ്രൈസ് ചേഞ്ച് വരുന്നത് ടെതറോഷിൽ മാത്രമല്ല, ടോവയിലാണ്, മാർക്കറ്റ് പ്ലേസിലാണ്. സ്വാഭാവികമായിട്ട് ഇന്ന് ടോവ വാങ്ങിച്ച ആളുകൾ പോലും അവർക്കും പ്രോഫിറ്റ് കയറാൻ തുടങ്ങും. ആക്ടിവിറ്റി നടക്കുന്ന മുഴുവൻ ടെതറോഷിലാണ്. അതും ഒരാൾ അയാളുടെ ലാഭം എടുത്ത് പിന്മാറിക്കൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ്. പക്ഷെ ആക്ടിവിറ്റി മറ്റുള്ള എല്ലാവർക്കും ലാഭകരമായി മാറുന്നു. ലാഭം കിട്ടുന്ന ഒരു പ്രോസസ്സിൽ ഒരാളും പിന്നോട്ട് പോകില്ല. അവിടെ ബയർ ഓട്ടോമാറ്റിക്കലി വരും. ആ ബയർ ഈ സിസ്റ്റത്തിലേക്ക് ആകർഷിക്കപ്പെടും. സിസ്റ്റത്തിൽ ലാഭകരമായ രൂപത്തിൽ ബിസിനസ് കൊണ്ടുപോകും. ബിറ്റ്കോയിൻ വളരെ വലിയ വിജയങ്ങൾ നേടിയ സമയത്ത് നിന്ന് വലിയ ക്രാഷിലേക്ക് പോയ സമയമുണ്ട്. അവിടെ നിന്ന് ആളുകൾ വീണ്ടും വാങ്ങാൻ തുടങ്ങി. 2009 തുടങ്ങിയ ബിറ്റ്കോയിൻ 2013 വലിയൊരു ഹൈക്കിലെത്തി. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് താഴാൻ തുടങ്ങി. 2017 വീണ്ടും ഹൈക്കിലെത്തി. അതിനുശേഷം മാർക്കറ്റ് താഴാൻ തുടങ്ങി. 2020 വീണ്ടും മാർക്കറ്റ് അപ്പാവാൻ തുടങ്ങി. അതിനുശേഷം മാർക്കറ്റ് താഴാൻ തുടങ്ങി. 2021 വീണ്ടും ഹൈക്കിലെത്തി. വീണ്ടും മാർക്കറ്റ് താഴാൻ തുടങ്ങി. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ സമയത്തൊന്നും ബിറ്റ്കോയിന്റെ കമ്മ്യൂണിറ്റി ബിറ്റ്കോയിനെ ഉപേക്ഷിക്കുന്നില്ല. മാർക്കറ്റ് താഴ്ന്നോട്ടെ, ഡോൺ വറി, ഈ മാർക്കറ്റ് തിരിച്ചു കയറും. ചിലപ്പോൾ 1 വർഷമായിരിക്കാം, ചിലപ്പോൾ 2 വർഷമായിരിക്കാം, ചിലപ്പോൾ 3 വർഷമായിരിക്കാം എന്ന വിശ്വാസത്തിൽ ബിറ്റ്കോയിന് പുറകെ നിൽക്കുന്ന കമ്മ്യൂണിറ്റി. ഈ വിശ്വാസം 2024 എത്തിയപ്പോ അടിയുറച്ച വിശ്വാസമായി മാറി. 2024 നിൽക്കുന്ന ബിറ്റ്കോയിൻ കമ്മ്യൂണിറ്റിയോട് ചോദിക്കുകയാണ്, ഇനി എന്ന് വില കയറും? അവർ കൃത്യമായി ഉത്തരം പറയും, 2028. സോ 2028 ഇടയ്ക്ക് നടക്കുന്ന ചില ഇവന്റിനെ കുറിച്ച് ബിറ്റ്കോയിൻ കമ്മ്യൂണിറ്റി ഇപ്പൊ ചർച്ച ചെയ്യുന്നുണ്ട്. ആ ചർച്ച എന്തെന്നറിയോ? ഇപ്പൊ നിൽക്കുന്ന വില അതൊരു 35 ലക്ഷം രൂപയിലേക്ക് കുറയുമെന്നാണ്. 35 ലക്ഷം രൂപയിലേക്ക് കുറയാൻ സാധ്യതയുണ്ട്. അങ്ങനെ കുറയുന്ന സമയത്ത് വീണ്ടും വാങ്ങി വെക്കണം. ചർച്ച അങ്ങനെയാണ്. പക്ഷെ ടെതറോഷൻ പ്ലാറ്റ്ഫോമിൽ, ടോവ പ്ലാറ്റ്ഫോമിൽ വില കുറയുന്ന പ്രതീക്ഷിച്ച് നിങ്ങൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. വില ഒരിക്കലും കുറയാൻ പോകുന്നില്ല. ഇന്നത്തെ വിലയ്ക്ക് വാങ്ങിയാൽ വരുന്ന 30% ഗ്രോത്തിന് വേണ്ടി എടുക്കുന്ന കാത്തിരിപ്പാണ് നിങ്ങളുടെ ലാഭം. നിങ്ങൾ 10 ദിവസം വൈകി വാങ്ങിയാൽ അന്ന് മുതൽ 30% എത്താനുള്ള കാത്തിരിപ്പാണ് നിങ്ങളുടെ ലാഭം. നിങ്ങൾ 2 മാസം കഴിഞ്ഞ് വാങ്ങിയാൽ 2 മാസം കഴിഞ്ഞ് 30% ഗ്രോത്തിലേക്ക് എടുക്കുന്ന സമയമാണ് നിങ്ങളുടെ ലാഭം. സോ സമയമാണ് ഇവിടുത്തെ ലാഭം. ആ സമയം 1 മണിക്കൂറാകാം, 3 മണിക്കൂറാകാം, 5 മണിക്കൂറാകാം, 50 മണിക്കൂറാകാം, ഒരുപക്ഷെ 50 ദിവസവുമാകാം. ദാറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ട്രാൻസാക്ഷൻ. കാരണം ഈ സിസ്റ്റത്തിൽ ഓരോ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും ടെതറോഷനിൽ രജിസ്ട്രേഷൻ നടന്നാൽ 52% കയറുന്നത് ടോവയിൽ ഒരു ബൈ നടന്നാൽ 20% ലിക്വിഡിറ്റിയിൽ കയറും. മാർക്കറ്റ് പ്ലേസിൽ ഒരു ബൈ നടന്നാൽ 1% സർവീസ് ചാർജ് കൊടുക്കുന്നുണ്ട്, അതിന്റെ 20% ലിക്വിഡിറ്റിയിൽ കയറും. മാർക്കറ്റ് പ്ലേസിൽ ഒരു സെല്ല് നടന്നാൽ 3% സർവീസ് ചാർജ് കൊടുക്കുന്നുണ്ട്, അതിന്റെ 20% ലിക്വിഡിറ്റിയിൽ കയറും. സോ ലിക്വിഡിറ്റിയിൽ ഫണ്ട് കയറുന്നതിന്റെ സ്പീഡ് എത്രയാണ്? ഇന്ന് എത്ര എമൗണ്ട് ലിക്വിഡിറ്റിയിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു? ഇന്ന് എത്ര ട്രാൻസാക്ഷൻ ഈ സിസ്റ്റത്തിൽ നടന്നു? അതാണ് ഇന്നത്തെ ഈ ടെതറോഷൻ പ്ലാറ്റ്ഫോമിൽ ടോവ യൂണിറ്റിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാനുള്ള മാനദണ്ഡം. അതല്ലാതെ ഒരു മാനദണ്ഡവും ഈ സിസ്റ്റത്തിൽ ഇല്ല. സോ വലിയ സെൽ ഓർഡർ ഈ സിസ്റ്റത്തിൽ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഒരു മാസീവ് ആയിട്ടുള്ള പ്രൈസ് ചേഞ്ചിനുള്ള ചാൻസ് അവിടെ ഉണ്ടെന്നാണ്. ഒരു ബയർ വരുന്ന പ്രോസസ് കാത്തിരിപ്പ് മാത്രമേ അതിനു വേണ്ടിയുള്ള വെയിറ്റിംഗ് പീരീഡ് ഉള്ളൂ. ഒരു ബയർ വരാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ട്? ഞാനിപ്പോ ഈ സിസ്റ്റത്തെ കുറിച്ച് ഘോരഘോരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇതേ സിസ്റ്റത്തെ കുറിച്ച് രാപ്പകലില്ലാതെ സംസാരിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാർ ഇന്ന് മാർക്കറ്റിലുണ്ട്. ആയിരക്കണക്കിന് ആൾക്കാരിൽ നിന്ന് ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് ഈ സിസ്റ്റം മാറുമോ ഇല്ലയോ? ആ മാറ്റത്തിന് നാന്ദി കുറിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാണോ ഇല്ലയോ? എങ്കിൽ ഈ സിസ്റ്റം എന്ന പൊന്മുറ്റത്തെ താറാവിന് കൊടുക്കേണ്ട ഏറ്റവും വലിയൊരു ഭക്ഷണം പ്രമോഷനാണ്. കൂടുതൽ ആൾക്കാരിലേക്ക് ഈ ആശയം എത്തിക്കണം. ഒരിക്കലും വില കുറയാത്ത ഈ പ്ലാറ്റ്ഫോമിലൂടെ ലാഭം ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി അനന്തമാണെന്നുള്ള ബോധ്യം നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അത് കൊടുക്കുമ്പോൾ നമ്മൾ മുതൽ മുടക്കുന്ന ഓരോ $100 നിന്ന് $30 ലാഭം എടുക്കാം. നമ്മൾ മുതൽ മുടക്കുന്ന ഓരോ $1000 നിന്ന് $300 ലാഭം എടുക്കാം. നമ്മൾ മുതൽ മുടക്കുന്ന ഓരോ $5000 നിന്ന് $1500 ലാഭം എടുക്കാം. ഈ ലാഭം എടുക്കാൻ നമ്മുടെ കയ്യിലുള്ള പണമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ലോകത്തെ എല്ലാ ബിസിനസ്സിലും അങ്ങനെ തന്നെയാണ്.
ഒരു ട്രഡീഷണൽ ബിസിനസ്സിൽ നമ്മൾ കടന്നു വന്നാൽ 5 കോടി മുതൽ മുടക്കിയാണ് നമ്മൾ കടന്നു വന്നതെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ലാഭം എടുക്കാം. നമ്മുടെ മുതൽ മുടക്കിന്റെ തോതിനനുസരിച്ച് ലാഭം കിട്ടാനുള്ള പോസിബിലിറ്റിയും കൂടും. പക്ഷേ അവിടെയെല്ലാം ലാഭം കിട്ടാനുള്ള പോസിബിലിറ്റിയെ കുറിച്ച് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ, അതിന്റെ മാത്തമാറ്റിക്കൽ ഫോർമുല നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ, അതിന്റെ സാധ്യതയെ കുറിച്ച് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ 5 വർഷമോ 10 വർഷമോ എടുത്താൽ മാത്രമാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കൂ. എന്നാൽ ഈ സിസ്റ്റം പറയുന്നു കേവലം 15 ദിവസത്തെ ലോക്കിംഗ് ടൈം കഴിഞ്ഞാൽ 14ാമത്തെ ദിവസം ലോക്കിംഗ് ടൈം പൂർത്തീകരിക്കുന്ന 15ാമത്തെ ദിവസം നിങ്ങൾക്ക് സെൽ ഓർഡർ പ്ലേസ് ചെയ്യാം. ആ സെൽ ഓർഡർ പ്ലേസ് ചെയ്താൽ ഒരു ബയർ വരാനുള്ള കാത്തിരിപ്പ്, അത് 1 മണിക്കൂറാണോ 2 മണിക്കൂറാണോ 5 ദിവസമാണോ 10 ദിവസമാണോ, അതൊന്നും ചോദ്യമല്ല. ബയർ വന്നാൽ അപ്പൊ തന്നെ 30% കിട്ടും. ഇതുവരെയുള്ള ഒരു മാർക്കറ്റ് പ്ലേസിലും അത്രയും ഒരു ഗ്യാരണ്ടി ഇല്ല. അവിടെ കാത്തിരുന്നാൽ നഷ്ടസാധ്യത മാത്രമേ ഉള്ളൂ. വില കുറഞ്ഞു പോകുന്ന സാഹചര്യം, വില കുറഞ്ഞ് കൊളാപ്സ് ആയി പോകുന്ന സാഹചര്യം, ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യം, ലിക്വിഡൈസ് ചെയ്ത് പോകുന്ന സാഹചര്യം. ചതുരോഷൻ പ്ലാറ്റ്ഫോമിൽ ലിക്വിഡൈസിനെ കുറിച്ച് ഒരു ടെൻഷനും വേണ്ട. മുതൽ മുടക്കിയ എമൗണ്ട് 30% ലാഭത്തിൽ തന്നെ നിങ്ങൾക്ക് സെല് ചെയ്യാം. 3% സർവീസ് ചാർജ് മാത്രമേ സിസ്റ്റം ഡിഡക്ട് ചെയ്യുന്നുള്ളൂ. സോ വ്യത്യസ്തമായ ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട് എന്ന സത്യത്തെ നമുക്ക് മനസ്സിലാക്കിയാൽ, Web20 USDT ഉപയോഗിച്ച് ഈ സിസ്റ്റത്തിന്റെ പേയ്മെന്റ് ഗേറ്റ് വേ ഓപ്പൺ ആക്കി വെക്കുമ്പോൾ ലോകം മുഴുവൻ വ്യാപിക്കാനുള്ള സാധ്യത മുമ്പിൽ ഉണ്ടെന്ന് തിരിച്ചറിയണം. ലോകം മുഴുവൻ വ്യാപിപ്പിക്കാനുള്ള സാധ്യത. ചിന്തിക്കേണ്ട വിഷയം ഇതാണ്. 1000 USDT എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തിൽ നിൽക്കുന്നവർക്ക് 90,000 രൂപയാണ്. 1000 USDT എന്ന് പറയുന്നത് ഒരു UK കാരനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ വളരെ ചെറിയ യൂറോയാണ്. വലിയ ചെറിയ എമൗണ്ട് ഉള്ള യൂറോ മാത്രമാണ്. എന്തുകൊണ്ട്? മൂല്യത്തിൽ വലിയ മാറ്റമുണ്ട്. ഒരു ഒമാനി പൗരനോട് ഇത് സംസാരിക്കുമ്പോൾ 1000 USDT എന്ന് പറഞ്ഞാൽ അവന് വളരെ നിസ്സാരം ഒരു എമൗണ്ട് ആയിട്ട് ഫീൽ ചെയ്യത്തുള്ളൂ. ഒരു അമേരിക്കക്കാരന് വളരെ ചെറിയ എമൗണ്ട് ആയിട്ട് ഫീൽ ചെയ്യത്തുള്ളൂ. സോ ഈ സിസ്റ്റത്തെ പ്രൊമോട്ട് ചെയ്ത് എങ്ങനെ ഗ്ലോബലി മാർക്കറ്റ് ചെയ്യാം, എന്റെ ഫോക്കസ് അവിടെയാണ്. ഇപ്പോ ഇന്നലെ കാഞ്ചീപുരം എന്ന സ്ഥലത്ത് നിന്ന് സുഹൃത്ത് എനിക്ക് മെസ്സേജ് ഇട്ടു. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ടീമിൽ ഫിലിപ്പീൻസിൽ നിന്നൊരു ലീഡർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത്രേ. ടോവയിൽ ഫസ്റ്റ് ട്രേഡർ ആയിട്ട് ഒരു ഫിലിപ്പീനിക്ക് വന്നു. ടോവയിൽ ഫസ്റ്റ് ട്രേഡർ ആയിട്ട് വിയറ്റ്നാമീസ് വരുന്നു. ടോവയിൽ ഫസ്റ്റ് ട്രേഡർ ആയിട്ട് ഓസ്ട്രേലിയൻ സിറ്റിസൺസ് കടന്നു വരുന്നു. UK കടന്നു വരുന്നു. പല രാജ്യത്തേക്ക് ഇത് എക്സ്പാൻഡ് ചെയ്തു. പല രാജ്യത്തെ നാഷണാലിറ്റിയിലേക്ക് ഇത് എക്സ്പാൻഡ് ചെയ്യുന്നു. പല സ്റ്റേറ്റിലേക്ക് ഇത് എക്സ്പാൻഡ് ചെയ്യുന്നു. ഇതേ സമയം ഹിന്ദി സൂം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയും ഡിസ്കഷൻ നടക്കുന്നത് ചതുരോഷനെ കുറിച്ച് തന്നെയാണ്. ഇതേ സമയം ഇന്ത്യയിലുള്ള വിവിധ ഭാഷകളിലായിട്ട് മീറ്റ് നടക്കുന്ന ഒരു സാഹചര്യം ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. അങ്ങനെ ഇമാജിൻ ചെയ്യുമ്പോൾ ഈ സിസ്റ്റത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചയ്ക്ക് സ്കോപ്പ് ഉണ്ടോ? ഇവിടെ വയർ വരാതിരിക്കാനുള്ള ഏതെങ്കിലും സാധ്യതയുണ്ടോ? നമുക്ക് മനസ്സിലാക്കാം, ഇല്ല. താൽക്കാലികമായി നിൽക്കുന്ന ഒരു 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 അവസ്ഥാവിശേഷം, അതിനെ മനസ്സിലാക്കി ഈ താറാവിന് ആവശ്യമായ തീറ്റ കൊടുത്താൽ, ഈ താറാവിന് ആവശ്യമായ വെള്ളം കൊടുത്താൽ, ഈ താറാവ് നമുക്ക് 30% വരുന്ന USDT ലാഭമായി തന്നുകൊണ്ടേയിരിക്കും. വളരെ കൃത്യമായ ഒരു സയൻസ് ഈ സിസ്റ്റത്തിൽ ഉണ്ട്. വളരെ കൃത്യമായ ഒരു മാത്തമാറ്റിക് ഫോർമുല ഈ സിസ്റ്റത്തിൽ ഉണ്ട്. ഫൈനൽ കോയിൻ, ഫൈനൽ ലിക്വിഡിറ്റി. നിങ്ങൾ വാച്ച് ചെയ്യൂ. ആ ലിക്വിഡിറ്റി കോയിൻ അതിന്റെ അനുപാതത്തിലല്ലാതെ ഈ ബൈ പ്രൈസിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുന്നുണ്ടോ? വാച്ച് ചെയ്യൂ. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റത്തെ നമ്മൾ ഉപേക്ഷിക്കണം. കാരണം ഈ സിസ്റ്റം എന്തോ മാനിപ്പുലേഷൻ നടത്തുന്നുണ്ട്, എന്തോ ഡ്രാമ കളിക്കുന്നുണ്ട്. പക്ഷേ ആ ബൈ പ്രൈസിൽ ഒരു മാറ്റം വരുന്നുണ്ടെങ്കിൽ, ഫൈനൽ കോയിൻ, ഫൈനൽ ലിക്വിഡിറ്റിയിൽ അല്ലാതെ ഒരു തരത്തിലും ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ സിസ്റ്റം പവർഫുൾ ആണ്. സോ ഫൈനൽ ലിക്വിഡിറ്റി ഡിവൈഡഡ് ബൈ ഫൈനൽ കോയിൻ, ദാറ്റ്സ് ദ വാല്യൂ ഓഫ് ബൈ പ്രൈസ് ഇൻ ചതുരോഷൻ പ്ലാറ്റ്ഫോം. സോ ആ ബൈ പ്രൈസിനെ ബേസ് ചെയ്തുകൊണ്ട് ടോവ മാർക്കറ്റ് പ്ലേസിൽ പ്രൈസ് സെറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ, ടോവ മാർക്കറ്റ് പ്ലേസിലും ഒരിക്കലും പ്രൈസ് താഴില്ല. നോക്കൂ, ഈ സ്ക്രീൻ തയ്യാറാക്കിയിരിക്കുന്നത് 12/5/2025 10:20 AM അന്ന് കോൺട്രാക്ട് ബാലൻസ് ഉണ്ടായിരുന്നത് വെറും 3,33,000. ഇന്ന് 26/5/2025 കേവലം 14 ദിവസം ഇന്നത്തെ ലിക്വിഡിറ്റി $5 ലക്ഷം മേലെ. ഈ പവർ, ഈ 14 ദിവസം കൊണ്ട് 2 ലക്ഷം USDT കോൺട്രാക്ട് ബാലൻസിൽ വരുന്ന പവർ, ഈ പവർ തയ്യാറാക്കിയത് എപ്പോഴാണ്?
സീറോ ലിക്വിഡിറ്റി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ്. ആ മാത്തമാറ്റിക്കൽ ഫോർമുല 50-35 അനുപാതം. ആഡ് ഓൺ പ്രൊജക്ട് വരുമ്പോൾ അതിന്റെ പ്രോഫിറ്റ് 20% ലിക്വിഡിറ്റി ആഡ് ചെയ്യണമെന്ന വിഷൻ, ആ വിഷനെ കുറിച്ച് നമുക്ക് എന്തുകൊണ്ട് ചർച്ച ചെയ്തുകൂടാ? ആ വിഷന്റെ പവറിനെ കുറിച്ച് നമുക്ക് എന്തുകൊണ്ട് ചർച്ച ചെയ്യാൻ സാധിക്കുന്നില്ല? ആ വിഷന്റെ പോസിബിലിറ്റി എത്രമാത്രം വലുതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ഈ സിസ്റ്റം നമുക്ക് വേണ്ടി കാത്തി വെച്ചിരിക്കുന്നത് ഒരു വലിയ അവസരമാണെന്ന് തിരിച്ചറിവ് ഉണ്ടാകും. സോ സംതിങ് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പുതിയ ആസ്പെക്ട്സ് ഈ സിസ്റ്റത്തിന്റെ സ്മാർട്ട് കോൺട്രാക്റ്റിൽ ഉണ്ട്. ഇത് 2 സ്മാർട്ട് കോൺട്രാക്റ്റ് ആണ്. ചതുരോഷൻ ഒരു സ്മാർട്ട് കോൺട്രാക്റ്റ് ആണ്. അതിന്റെ തുടക്കം 2024 മാർച്ച് 20-നാണ്. 21 മുതൽ ട്രാൻസാക്ഷൻ തുടങ്ങി. പക്ഷെ ആദ്യകാലങ്ങളിൽ കുറച്ച് ഗ്ലിച്ചസ് ഒക്കെ ഉണ്ടായിരുന്നു, കുറച്ച് കറക്ഷൻസ് ഒക്കെ സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഫിക്സ് ചെയ്ത് ഇന്ന് ചതുരോഷൻ പ്ലാറ്റ്ഫോം 100% സേഫ് ആണ്. ഒരു മാനിപ്പുലേഷനും വേണ്ടാത്ത, ഒരു തരത്തിലുള്ള മാറ്റങ്ങളും വേണ്ടാത്ത, മാറ്റം നടത്താൻ പറ്റാത്ത രൂപത്തിൽ ചതുരോഷനെ 100% ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞു. സോ മാർക്കറ്റ് പ്ലേസ് ഓപ്പൺ ആയി 2025 മാർച്ച് 18-ന്. മാർക്കറ്റ് പ്ലേസിലും കുറച്ച് മാറ്റങ്ങൾ വേണം. കാരണം പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യേണ്ട, ഫീൽഡിൽ പോകുമ്പോൾ വരുത്തേണ്ട ചില മാറ്റങ്ങൾ അത് ഏത് സിസ്റ്റത്തിനും പോസിബിൾ ആണ്. അതില്ലാതെ ലോകത്ത് ഒരു മേഖലയുമില്ല. ആ മേഖല ചതുരോഷൻ പ്ലാറ്റ്ഫോമിൽ ടോവ പ്ലാറ്റ്ഫോം വന്നപ്പോ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ മാറ്റങ്ങളെ നമുക്ക് കാണാം. പക്ഷെ കാതലായ ബേസ് കാൽക്കുലേഷനെ കുറിച്ചോ ബേസ് അൽഗോരിതത്തിനെ കുറിച്ചോ ഒരു മാറ്റവുമില്ല. ചെറിയ പ്രാക്ടിക്കൽ ചേഞ്ചസ്, പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റേഷന് വേണ്ടി, സിസ്റ്റത്തിന്റെ ബാലൻസിങ്ങിന് വേണ്ടി, ഇൻബാലൻസിന് വേണ്ടി, സിസ്റ്റത്തിൽ ചെയ്യാൻ ആളുകൾ ചെയ്യുന്ന ചില കാര്യങ്ങൾക്ക് പ്രിവെൻഷൻ കൊടുക്കാൻ വേണ്ടി, ചില കാര്യങ്ങൾക്ക് തടവിടാൻ വേണ്ടി സിസ്റ്റം ചില മാറ്റങ്ങൾ കൊണ്ടുവരും. ആ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. ചില മാറ്റങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും കുറച്ച് മാറ്റങ്ങൾ വന്നേക്കാം. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ ടോവ മാർക്കറ്റ് പ്ലേസ് അതിന്റെ റണ്ണിങ് മോഡിൽ തന്നെയാണ്. 100% ഡിപ്ലോയിഡ് പ്രോഗ്രാമായി മാറി. ഒരു തരത്തിലും മാറ്റങ്ങളില്ലാതെ ആളുകൾ വരുന്നു, വാങ്ങുന്നു, വിൽക്കുന്നു, ലാഭമെടുക്കുന്നു, വാങ്ങുന്നു, വിൽക്കുന്നു, ലാഭമെടുക്കുന്നു, 30% ലാഭം എടുത്തുകൊണ്ടിരിക്കുന്നു, സെൽ ഓർഡർ പ്ലേസ് ചെയ്യുന്നു, ബൈ ഓർഡർ വരുന്നു, ക്ലെയിം വിഡ്രോ ചെയ്യുന്നു. ഇങ്ങനെ ഒരു എററും ഇല്ലാത്ത ഒരു സിസ്റ്റമായിട്ട് ടെതറോഷൻ ടോവ മാർക്കറ്റ് പ്ലേസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മീറ്റ് ഹോൾഡിക്കുന്ന ഓരോ ആൾക്കാരുടെയും അക്കൗണ്ടിലേക്ക് ഡെയിലി ആയിരക്കണക്കിന് 2000, 3000, 4000, 10000 USDT ഒഴുകാൻ തുടങ്ങും. അങ്ങനെ ഒഴുകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ജസ്റ്റ് ഒരു ഇൻവെസ്റ്ററായി നിന്ന് ട്രേഡ് ചെയ്ത് ലാഭം ഉണ്ടാക്കുന്ന പ്രോസസ്സിലല്ല ഈ ഒഴുക്ക് ഏറ്റവും കൂടുതൽ സംഭവിക്കുക. ട്രേഡ് ചെയ്ത് ലാഭം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെതായ സമയം നമ്മൾ കാത്തിരുന്നേ പറ്റൂ. എന്നാൽ ഒരു ട്രേഡർക്ക് സിസ്റ്റം പ്രോ ട്രേഡർ പൂൾ ഇൻകത്തിലൂടെ ഒരു മന്ത്ലി ഇൻകം കൂടി ഓഫർ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ചതുരോഷൻ. ഇതുവരെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത ഏതെങ്കിലും ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ നമ്മൾ എത്ര ടേൺ ഓവർ കൊടുത്താലും ആ മാസത്തിൽ നമ്മൾ കൊടുത്ത സർവീസ് ചാർജിന് ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു റവന്യൂ ഇതുവരെ തിരിച്ചു തന്നിട്ടുണ്ടോ? തന്നിട്ടില്ല. എന്നാൽ ഈ സിസ്റ്റം പറയുന്നു, നിങ്ങൾ ട്രേഡ് ചെയ്യുന്നവരാണോ, നിങ്ങൾ ട്രേഡ് ചെയ്യൂ. $750 കൊണ്ട് ടോവയിൽ വാങ്ങൂ, $750 കൊണ്ട് മാർക്കറ്റ് പ്ലേസിൽ വാങ്ങൂ. 1:3 അനുപാതം കീപ്പ് ചെയ്യൂ. ഒരു പോയിന്റ് തരാം. ഇത് സിസ്റ്റം തുടങ്ങിയപ്പോൾ ഉള്ളതാണ്. പക്ഷേ ഈ അനുപാതം പാലിക്കാൻ ആരും തയ്യാറായില്ല. പലരും തയ്യാറായി, അവർക്ക് പോയിന്റ് കിട്ടാൻ തുടങ്ങി, അവർക്ക് അതിന്റെ വരുമാനവും കിട്ടി. എനിക്ക് കിട്ടി. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ $97 എനിക്ക് കിട്ടി. പോയിന്റിലൂടെ മാത്രം കിട്ടിയ വരുമാനമാണ്. ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ട്രേഡ് ചെയ്തവരുണ്ട്. എന്താ, $20 റേസ് ചെയ്തു, നേരെ പോയി മാർക്കറ്റ് പ്ലേസ് ബൈ സെൽ. ടോവ എന്ന സിസ്റ്റത്തെ മൈൻഡ് ചെയ്തില്ല. സംഭവിക്കാൻ പോകുന്ന കാര്യം, ടോവിൽ നിന്ന് യൂണിറ്റ് വരാതെ മാർക്കറ്റ് പ്ലേസിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കില്ല. ഒരു സമയം കഴിയുമ്പോൾ മാർക്കറ്റ് പ്ലേസിൽ ട്രേഡിംഗ് മാത്രം നടന്നുകൊണ്ടിരുന്നാൽ ആ ട്രേഡ് ചെയ്യുന്ന സമയത്ത് വാങ്ങാൻ ആളുകൾ ഉണ്ടാകും, വിൽക്കാൻ യൂണിറ്റ് ഇല്ലാത്ത അവസ്ഥ വരും. ഇത് തിരിച്ചറിഞ്ഞപ്പോ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തു. 1:3 ആയാൽ വീണ്ടും ടോവയിൽ വാങ്ങാതെ വീണ്ടും മാർക്കറ്റ് പ്ലേസിൽ വാങ്ങാൻ സാധിക്കില്ല. നോക്കൂ, ഒരു ലോജിക്കൽ ലോക്ക്, തുടക്കത്തിൽ വയ്ക്കാത്തൊരു ലോക്ക് ഇംപ്ലിമെന്റ് ചെയ്തെന്ന് മാത്രം. മാറ്റങ്ങൾ അങ്ങനെയാണ്. അല്ലാതെ കാതലായ കാര്യങ്ങൾക്ക് ഒരു മാറ്റവും ഈ സിസ്റ്റത്തിൽ വരുത്താൻ സാധിക്കുകയുമില്ല. ചില ലോജിക്കൽ ലോക്കുകൾ,
അത് പ്രാക്ടിക്കൽ സൈഡിൽ സിസ്റ്റത്തിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയുള്ളതാണ്, സിസ്റ്റത്തിന്റെ ഭാവിക്ക് വേണ്ടിയുള്ളതാണ്, സിസ്റ്റത്തിന്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയുള്ളതാണ്. അത് വരുമ്പോ ചില പോരായ്മകൾ ഉണ്ടാകും. എന്താണ് പോരായ്മ? $20 വന്ന് മാർക്കറ്റ് പ്ലേസിൽ കണ്ടിന്യൂസ് ആയിട്ട് ബൈ ചെയ്ത ആൾക്കാർ തൽക്കാലം മാർക്കറ്റ് പ്ലേസിൽ വാങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരും. കാരണം വീണ്ടും ടോവയിൽ വാങ്ങി അവരുടെ ലിമിറ്റ് കംപ്ലീറ്റ് ചെയ്യാതെ മാർക്കറ്റ് പ്ലേസിലേക്ക് അവർക്ക് വരാൻ സാധിക്കില്ല. സോ അവർ ടോവയിൽ വാങ്ങാൻ തുടങ്ങും. ഇന്ന് എന്റെ കൂടെ ഇരുന്ന ഒരു സുഹൃത്ത്, അദ്ദേഹം മാർക്കറ്റ് പ്ലേസിൽ നിന്ന് $1983 വാങ്ങിയിരുന്നു. അദ്ദേഹം ടോവയിൽ നിന്ന് വാങ്ങിയ എമൗണ്ട് $120. അപ്പോ $360 മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. ബാലൻസ് എമൗണ്ടിന് വാങ്ങണം. കാൽക്കുലേറ്റ് ചെയ്തപ്പോ അദ്ദേഹം ബൈ ചെയ്തു. അദ്ദേഹം $226 ആദ്യം ബൈ ചെയ്തു. അപ്പോഴും ലിമിറ്റ് എത്തിയിട്ടില്ല. വീണ്ടും ഒരു $226 ബൈ ചെയ്തു. അപ്പൊ ലിമിറ്റ് എത്തുകയും ചെയ്തു. ഇപ്പൊ അദ്ദേഹം ഹാപ്പിയാ. കാരണം ടോവ 3x മാർക്കറ്റ് പ്ലേസ് ആ ലെവലിൽ നിൽക്കുകയാണ്. ഇനി ടോവയിൽ നിന്ന് അദ്ദേഹം 14 ദിവസം കഴിഞ്ഞ് അത് സെല്ല് ചെയ്ത് എടുത്താൽ അദ്ദേഹത്തിന് വീണ്ടും ടോവയിൽ ഒരു പ്രാവശ്യം വാങ്ങാം. ആ വാങ്ങിയ എമൗണ്ടിന്റെ 3 മടങ്ങായിട്ട് മാർക്കറ്റ് പ്ലേസിൽ വാങ്ങാം. സോ സിസ്റ്റത്തിൽ ഈ ചെറിയ ഗ്യാപ്പ് വീണ്ടും പഴയതുപോലെ സ്പീഡായിട്ട് മൂവ്മെന്റ് ആയിട്ട് മാറുന്ന അവസ്ഥയുണ്ട്. ഈ ട്രേഡർ പോയിന്റ്, പ്രോ ട്രേഡർ പോയിന്റ് കൃത്യമായി പഠിച്ചാൽ വെറുതെ ഇരുന്ന് ട്രേഡ് ചെയ്യുന്നവർ പോലും കൈ നിറയെ പണം സമ്പാദിക്കുന്ന അവസ്ഥയുണ്ട്. എന്നാൽ സിസ്റ്റത്തിൽ ഈ സിസ്റ്റത്തെ മാർക്കറ്റ് ചെയ്യുന്നവരായിരിക്കും അതിൽ കൂടുതൽ പണം സമ്പാദിക്കുക. എക്സാമ്പിൾ, $1000 കൊണ്ട് ഞാൻ ഈ സിസ്റ്റത്തിൽ കടന്നു വന്നു. എന്റെ കയ്യിൽ $1000 ഉള്ളൂ. ഞാൻ $20 രജിസ്റ്റർ ചെയ്തു, $1000 ടോവയിൽ വാങ്ങി. ടോവയിൽ വാങ്ങാതെ എനിക്ക് വേറെ എങ്ങും പോകാൻ പറ്റില്ല. സോ ഞാൻ വന്ന ഉടൻ തന്നെ $1000 വാങ്ങി. ഇപ്പോ ഇന്ന് ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് പലർക്കും കിട്ടിയിട്ടുണ്ടാകും. $5000 ഒരാൾ ടോവയിൽ വാങ്ങിയിരിക്കുന്നു, വൺ ടൈം വാങ്ങിയിരിക്കുന്നു. എന്തായിരിക്കും അദ്ദേഹം ഫോക്കസ് ചെയ്തിട്ടുണ്ടാവുക? പലരും അത്ഭുതത്തോടെ നോക്കും. $5000 ടോവയിൽ വാങ്ങി, ഓ വലിയ പൈസക്കാരൻ. അതൊന്നുമല്ല അദ്ദേഹത്തിന്റെ ഫോക്കസ്. വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയട്ടെ, അദ്ദേഹം ചെയ്ത ഇവന്റ് എന്താണെന്നറിയോ? ഈ $5000 വാങ്ങിയപ്പോ അദ്ദേഹത്തിന് ഇൻകം ലിമിറ്റ് ആയിട്ട് $15000 വിഡ്രോ ചെയ്യാം. ആ $15000 വിഡ്രോ ചെയ്യാനുള്ള നെറ്റ്വർക്ക് ആംഗിളിലേക്ക് അദ്ദേഹം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞു. അദ്ദേഹം വളരെ വേഗം $15000 വിഡ്രോ ചെയ്യും. എന്നാൽ $5000 നിന്ന് അദ്ദേഹം $6500 റിട്ടേൺ എടുക്കുന്നതിനെ കുറിച്ച് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹം എത്ര ദിവസം കാത്തിരിക്കണം? 14 ദിവസം കാത്തിരിക്കാതെ ലോക്കിംഗ് പീരീഡ് കഴിയില്ല. എന്നിട്ടോ $500 സെല് ചെയ്തു. അത് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം അടുത്ത $500 സെല് ചെയ്തു. ഇങ്ങനെ $6500 സെല് ചെയ്തെടുക്കാൻ അദ്ദേഹത്തിന് എടുക്കുന്ന സമയം എത്ര സമയമായിരിക്കും? എന്നാൽ $5000 ഇൻവെസ്റ്റ് ചെയ്ത് $15000 ഇൻകം ലിമിറ്റ് കിട്ടിയപ്പോ ഇന്ന് തന്നെ വേണമെങ്കിൽ ആ $15000 അദ്ദേഹം ഇൻകമായിട്ട് എടുക്കാം. ബുദ്ധിപരമായി ചിന്തിക്കുന്ന ആൾക്കാർ ചിന്തിക്കുന്ന വേ ഓഫ് സ്റ്റൈൽ, വേ ഓഫ് ടേക്കിംഗ് പ്രോഫിറ്റ് അത് തന്നെയായിരിക്കും. മാക്സിമം കമ്മ്യൂണിറ്റി സൃഷ്ടിക്കാൻ ആ വേ ഓഫ് സ്റ്റൈലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. അതിന് നമുക്ക് ഭയമുണ്ടോ? വെയിറ്റ് ചെയ്താൽ മതി. $5000 നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇൻവെസ്റ്റ് ചെയ്തോളൂ. 14 ദിവസം കഴിഞ്ഞ് $6500 ആയിട്ട് നിങ്ങൾ സെല്ലിംഗ് പോയിന്റിലേക്ക് വന്ന് $500 സെല്ല് ചെയ്ത് അതിന്റെ വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞ് ക്ലെയിം ചെയ്തെടുത്ത് അടുത്ത $500 സെല്ല് ചെയ്ത് അതിന്റെ വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞ് സെല്ല് ചെയ്തെടുത്ത് അടുത്ത $500 സെല്ല് ചെയ്ത് ഇങ്ങനെ $6500 സെല്ല് ചെയ്തെടുക്കൂ. എന്നിട്ട് കിട്ടുന്ന എമൗണ്ട് കൊണ്ട് വീണ്ടും മാർക്കറ്റ് പ്ലേസിൽ വാങ്ങും. മാർക്കറ്റ് പ്ലേസിൽ 30% ഗ്രോത്ത് കിട്ടുമ്പോൾ അത് സെല്ല് ചെയ്തെടുക്കൂ. ഈ ലോങ് ടൈം ഡിലേ ഗ്യാപ്പ് ഫീൽ ചെയ്ത് പ്രോഫിറ്റ് എടുത്തോളൂ. സിസ്റ്റത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് ഇൻകം ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് ധാരാളം പ്രശ്നങ്ങളാണോ? ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇത് ഇൻകം ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ മാക്സിമം സ്പീഡിൽ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കൂ. കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ഈ സിസ്റ്റത്തിന്റെ ഒരു ഭാഗമാണ്. കമ്മ്യൂണിറ്റി ഇല്ലാതെ ലോകത്ത് ഒരു സിസ്റ്റവും നിലനിൽക്കില്ല. എന്നാൽ ടെതറോഷ് എന്ന പ്ലാറ്റ്ഫോമിന് വലിയ കമ്മ്യൂണിറ്റി ഒന്നും വേണ്ട. നിലനിൽപ്പിനായിട്ട് വലിയ കമ്മ്യൂണിറ്റി ഒന്നും വേണ്ട, ചെറിയ കമ്മ്യൂണിറ്റി മതി. ഇന്നൊരു സുഹൃത്ത് എന്നോട് ചോദിച്ചപ്പോ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, സാറും സാറിന്റെ ഗ്രൂപ്പും തൽക്കാലം ഈ സിസ്റ്റം പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. അത് അദ്ദേഹം വലിയൊരു ആശങ്കയാണ് അവതരിപ്പിക്കുന്നത്. ആശങ്ക എത്ര പറഞ്ഞിട്ടും അദ്ദേഹത്തിന് അങ്ങനെ കൺവിൻസ് ആകുന്നില്ലതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. അദ്ദേഹം പറഞ്ഞു, സാർ ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഓക്കെ, പക്ഷെ എനിക്ക് മനസ്സിലായത് അങ്ങനെ ആയപ്പോ ഞാൻ അദ്ദേഹത്തിന് മറുപടി പറഞ്ഞത്, തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാം, ഇനി ആരോടും പറയണ്ട, തൽക്കാലം പറയണ്ട. അപ്പൊ പ്രശ്നമില്ലല്ലോ, പിന്നെ പാനിക് സിറ്റുവേഷൻ ഇല്ലല്ലോ.
നിലവിൽ സെൽ ഓർഡർ കൊടുത്തതെല്ലാം പേയ്മെന്റ് ആയിട്ട് വരുന്ന സമയത്ത് വീണ്ടും റീബൈ ചെയ്യാതിരിക്കുക. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് എന്താണെന്നറിയോ, ആ ഗ്രൂപ്പ് റീപേ ചെയ്യാതിരുന്നാൽ പിന്നെ അവരുടെ സെൽ ഓർഡർ വരില്ലല്ലോ. അത്രയും സെൽ ഓർഡർ കുറച്ചല്ലേ പിന്നെ സിസ്റ്റത്തിൽ ഉണ്ടാകും. സെൽ ഓർഡർ കണ്ട് പാനിക് ആവുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ള അഡ്വൈസ് അതാണ്. സുഹൃത്തുക്കളെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ സിസ്റ്റത്തിൽ 5 ലക്ഷം ആൾക്കാർ വന്നാൽ ഈ 5 ലക്ഷം ആൾക്കാരും ഈ സിസ്റ്റത്തിൽ ബൈ ചെയ്യും. അവർക്ക് 130% എത്തിയാൽ അവർക്ക് സെല്ല് ചെയ്തേ പറ്റൂ. സോ 5 ലക്ഷം സെൽ ഓർഡർ ഈ സിസ്റ്റത്തിൽ വരും. 5 കോടി ആൾക്കാർ ഈ സിസ്റ്റത്തിൽ വന്നാൽ ഈ 5 കോടി ആൾക്കാർക്കും 130% എത്തിയാൽ അവർ സെൽ ഓർഡർ പ്ലേസ് ചെയ്യും. സെൽ ഓർഡർ ഇവിടെ ഉണ്ടാകും. ഇല്ലാതെ ഒരു മാർക്കറ്റും ലോകത്തിലില്ല. നിങ്ങൾ ഏത് മാർക്കറ്റ് പ്ലേസിൽ നോക്കിക്കോളൂ, ടെക്നോളജി ഉപയോഗിക്കുന്ന സ്റ്റോക്ക് മാർക്കറ്റ് എടുത്ത് പരിശോധിച്ചോളൂ, ക്രിപ്റ്റോ കറൻസി മാർക്കറ്റ് എടുത്ത് പരിശോധിച്ചോളൂ. അവിടെയെല്ലാം ഒരു പർട്ടിക്കുലർ യൂണിറ്റിനെ നിങ്ങൾ എടുത്തു നോക്കിയാൽ അവിടുത്തെ സെൽ ഓർഡറും ബൈ ഓർഡറും നോക്കിയാൽ കോടിക്കണക്കിന് രൂപയുടെ ആയിരിക്കും. കോടിക്കണക്കിന് രൂപയുടെ സെൽ ഓർഡറും ബൈ ഓർഡറും ഇല്ലാതെ ഒരു മാർക്കറ്റ് പ്ലേസും ഈ ലോകത്ത് ഞാൻ കണ്ടിട്ടില്ല. ഇനി ടെക്നോളജി വിട്ടേക്കൂ, ട്രഡീഷണൽ ആയിട്ടൊരു മാർക്കറ്റിലേക്ക് നിങ്ങൾ ചെല്ലൂ. അവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വിൽക്കാനുള്ള ആൾക്കാരുടെ ക്യൂ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ക്യൂ ഇല്ലാതെ ഒരു മാർക്കറ്റ് പ്ലേസും ഈ ലോകത്ത് കണ്ടിട്ടില്ല ഞാൻ. വാങ്ങുന്ന ഒരാളും അവിടെ നോക്കി നിൽക്കാറുമില്ല. അവർ വാങ്ങി പോവുകയാണ്. അപ്പൊ ഇവിടെ വാങ്ങൽ നടക്കുന്നുണ്ടോ? ഉണ്ട്. വാങ്ങലിന്റെ തോത് കൂടാൻ എന്ത് വേണം? പ്രൊമോഷൻ വേണം. കൂടുതൽ ആൾക്കാരോട് പറയണം, കൂടുതൽ ആൾക്കാരെ ഈ സിസ്റ്റം എത്തിക്കണം, ഇതിന്റെ ആശയം എത്തിക്കണം. അതിന് നമ്മൾ തയ്യാറാണോ? എങ്കിൽ ഈ സിസ്റ്റം പവർഫുൾ ആണ്. അങ്ങനെ എത്തിക്കുമ്പോൾ നമുക്ക് ഇൻകം തരും. ആ ഇൻകം തരുന്നത് USDT ആയിട്ടാണ്. ആ ഇൻകം തരുന്നത് USDT ആയിട്ടാണ്. അത് ഇൻസ്റ്റന്റ് ആയിട്ട് വിഡ്രോ ചെയ്യാവുന്നതാണ്. അതിനൊരു സർവീസ് ചാർജും ഇല്ല. അത് രജിസ്ട്രേഷനിലൂടെ നമുക്ക് കിട്ടും. അത് മാർക്കറ്റ് പ്ലേസിൽ ബൈ നടക്കുമ്പോൾ നമുക്ക് കിട്ടും. മാർക്കറ്റ് പ്ലേസിൽ സെല്ല് നടക്കുമ്പോൾ നമുക്ക് കിട്ടും. ടോവയിൽ ബൈ ചെയ്താലും കിട്ടും. അതിന് കൃത്യമായ ഒരു കാൽക്കുലേഷൻ ഉണ്ട്, കൃത്യമായ ഫണ്ട് അലോക്കേഷൻ ഉണ്ട്. ഇതൊന്നും യൂണിറ്റിന്റെ സെല്ലിങ്ങും സെൽ ഓർഡറുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഒരാൾ $20 രജിസ്റ്റർ ചെയ്തു, ഇമ്മീഡിയറ്റ് ആയിട്ട് സ്പോൺസർക്ക് ഫസ്റ്റ് ലെവലിൽ 10% കിട്ടും. അയാളുടെ അപ്ലൈൻ അത് അയാളുടെ സെക്കൻഡ് ലെവലാണ്, 3% കിട്ടും. അദ്ദേഹത്തിന്റെ അപ്ലൈൻ അദ്ദേഹത്തിന് 2% കിട്ടും. അയാളുടെ അപ്ലൈൻ 2% കിട്ടും. അയാളുടെ അപ്ലൈൻ 2% കിട്ടും. ഇങ്ങനെ 10 ലെവലിലുള്ള ആളുകൾക്ക് ഒരു എൻട്രിയിൽ നിന്ന് പണം കിട്ടും. അതിന് കൃത്യമായ കാൽക്കുലേഷൻ ഉണ്ട്. 23% ഫണ്ട് അതിനുവേണ്ടി അലോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. $20 രജിസ്ട്രേഷനിൽ ആ $20 23% അതിനുവേണ്ടിയാണ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. അതിനൊരു കണ്ടീഷൻ ഉണ്ട്. 1, 2 ലെവൽ ഇൻകം തരാൻ കണ്ടീഷൻ ഇല്ല. പക്ഷെ 3, 4, 5 ഈ ലെവലിൽ ഇൻകം കിട്ടണമെങ്കിൽ മിനിമം നിങ്ങളുടെ ID $50 ആയിരിക്കണം. ആ $50 രജിസ്ട്രേഷൻ പ്ലാറ്റ്ഫോമിൽ തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. $20 മാത്രമേ നിങ്ങൾ അവിടെ ചെയ്താൽ മതി. ടോവയിൽ നിന്നൊരു $30 വാങ്ങിക്കോളൂ. നോക്കൂ, ഇത്രയും ഫ്ലെക്സിബിൾ ആയി ഏറ്റവും ഈസി ആയിട്ട് എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ലോകത്ത് ഏതാ ഉള്ളത്? അപ്പൊ ഒരാൾ ചോദിക്കുകയാണ്, സർ ഈ സിസ്റ്റത്തിൽ $20 രജിസ്ട്രേഷൻ, ഓക്കെ, വെരി ഗുഡ് സർ. ടോവയിൽ മിനിമം $100 വെച്ചാൽ എന്താ കുഴപ്പം? മിനിമം $100 വെച്ചാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. $1000 വെച്ചാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. പക്ഷെ ചതുർവർഷം മുന്നോട്ട് വയ്ക്കുന്ന ആശയം പണക്കാർക്കുള്ളത് മാത്രമല്ല സുഹൃത്തുക്കളെ. ചതുർവർഷം എന്ന സിസ്റ്റം ജനകീയമാണ്. ഓരോ സാധാരണക്കാരനും ചതുർവർഷം പ്ലാറ്റ്ഫോമിൽ കടന്നു വരാൻ സാധിക്കണം. അവന്റെ കയ്യിൽ പണമില്ലാത്തൊരവസ്ഥയാണെങ്കിൽ എവിടെന്നെങ്കിലും ചെറിയ സംഖ്യ ഉപയോഗിച്ചിട്ടാണെങ്കിലും ഈ പ്ലാറ്റ്ഫോമിൽ കടന്നു വന്ന് ഈ പ്ലാറ്റ്ഫോമിന്റെ സാധ്യത മനസ്സിലാക്കി ഏറ്റെടുത്ത് ഈ പ്ലാറ്റ്ഫോമിലൂടെ കോടികൾ സമ്പാദിക്കാനുള്ള അവസരം അവന് പ്രയോജനപ്പെടുത്താൻ സാധിക്കണം. സിമ്പിൾ ലോജിക്ക് ഈ സിസ്റ്റത്തിന്റെ ഡെവലപ്പേഴ്സിന്റെ മൈൻഡിലുള്ളത് കൊണ്ടാണ് അത്തരം ഒരു കണ്ടീഷൻ വെച്ചിരിക്കുന്നത്. സോ $50 ഏറ്റവും മിനിമം ചെയ്യാൻ പറ്റുന്ന കാര്യം. 5 ഡയറക്റ്റ് റെഫറൽ, 5 പേരിലേക്ക് ഈ ആശയം എത്തിക്കുക. $250 ഡയറക്റ്റ് ബിസിനസ് വോളിയം. സോ 20-30 ചെയ്യാൻ പറ്റുന്ന 5 പേരെ സ്പോൺസർ ചെയ്താൽ മതി. അപ്പൊ ഏറ്റവും സാധാരണക്കാരിൽ വേണ്ട, ഒരു ഹൈഫൈ ലെവലിൽ നിന്നൊരാൾ പക്ഷെ ഫിനാൻഷ്യൽ ക്രൈസിസിലേക്ക് പോയി ടോട്ടൽ ലോസിൽ നിൽക്കുന്ന ഒരാൾ, പാപ്പരായ ഒരാൾ, അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കണം. ചില സിനിമയിലെല്ലാം നമ്മൾ കാണുന്നത് പോലെ
വലിയ ലെവലിൽ നടന്നതാണ്. ബെൻസൊക്കെ ഉപയോഗിച്ച് നടന്നതാണ്. വിമാനത്തിലാണ് നടന്നത്. വലിയ 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 മീറ്റിങ്ങും മറ്റു കാര്യങ്ങളുമായിട്ട് ലൈഫ് 24/7 ബിസിയായി നടന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. ആരും തിരിഞ്ഞു നോക്കാനില്ല, ആരും സഹായിക്കാനില്ല, വീട്ടുകാരില്ല, നാട്ടുകാരില്ല, ബന്ധുക്കളില്ല. വൈഫും മക്കളും വരെ തള്ളി പറയുന്ന സാഹചര്യത്തിൽ നിൽക്കുന്ന പല ആൾക്കാരെയും നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അവർക്കും ചതുർവശ എന്ന പ്ലാറ്റ്ഫോം ഒരു 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 കച്ചിത്തിരുമ്പാണ്. കേവലം $20 $30 കയറി വന്നാൽ അവർക്കും ഈ സിസ്റ്റത്തിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കാം. അവരുടെ ബന്ധങ്ങളിൽ നിന്ന് 5 പേരെ സിസ്റ്റത്തിൽ കൊണ്ടുവന്നു. കൃത്യമായി മാർക്കറ്റിംഗ് കപ്പാസിറ്റി ഉള്ള 5 പേരെയാണ് അദ്ദേഹം കൊണ്ടുവന്നതെങ്കിൽ ആ 5 പേർ മതി അദ്ദേഹത്തിന്റെ നഷ്ടപ്പെട്ടത് മുഴുവൻ തിരിച്ചു പിടിക്കാൻ. അദ്ദേഹത്തിന്റെ കൈവശമുള്ള കംപ്ലീറ്റ് നഷ്ടവും അദ്ദേഹം വീണ്ടെടുക്കാൻ ആ 5 പേർ മാത്രം മതി. ഇത് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരിലേക്ക് ഈ സിസ്റ്റത്തെ എത്തിക്കാൻ നമ്മൾക്ക് മടിയുണ്ടെങ്കിൽ, ഈ സിസ്റ്റത്തെ കുറിച്ച് എനിക്ക് ഒരുപാടൊന്നും അവരോട് സംസാരിക്കാനില്ല. പക്ഷെ ആ മടിയില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാൻ ഒരുപാടുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. 3, 4, 5 ലെവൽ ലിംഗത്തിന് വേണ്ടി മാത്രമുള്ള ചെറിയൊരു കണ്ടീഷനാണ് സിസ്റ്റം പറയുന്നത്. 6, 7, 8, 9, 10 ഈ ലെവലിലെല്ലാം നിങ്ങൾക്ക് ഇംഗം തരും. പക്ഷെ നിങ്ങൾ മിനിമം $100 വരണം. അത് $100 ഇനീഷ്യൽ വരണം നിർബന്ധമില്ല. $20 ചതുർവർഷം രജിസ്ട്രേഷൻ ഉപയോഗിച്ചു, ഇനീഷ്യലി തന്നെ $100 കടന്നു വരാം. അല്ല 30 അപ്പോ 80 20 അങ്ങനെയും $100 എത്താം. ഏതെങ്കിലും തരത്തിൽ റീബൈ ചെയ്തിട്ടാണെങ്കിലും $100 എത്തിച്ചാൽ മതി. 5 ഡയറക്ടർ മാത്രമേ അവിടെ ആവശ്യമുള്ളൂ. അവരും ഇതുപോലെ $100 എത്തിയാൽ $500 ബിസിനസ് ആയി. സോ $100 പേഴ്സണൽ ID, 5 ഡയറക്ടർ റെഫറൽ, $500 ഡയറക്ടർ ബിസിനസ് വോളിയം, ഇത് മൂന്നും ഉണ്ടെങ്കിൽ ചതുർവർഷം പ്ലാറ്റ്ഫോമിൽ 10 ലെവൽ ഇൻകത്തിന് എലിജിബിലിറ്റി ആയി. എല്ലാ റാങ്കും ക്വാളിഫൈ ആനുള്ള ക്വാളിഫിക്കേഷൻ നേടിക്കഴിഞ്ഞു. ബേസ് ഇത്ര മാത്രം. വരുന്ന എല്ലാവരും $100 ID അയക്കണം, 5 ഡയറക്ടർ റെഫറലുള്ള ആളിലേക്ക് എത്തണം, $500 ബിസിനസ് വോളിയം ചെയ്യുന്ന ആൾക്കാരിൽ എത്തണം. ഇന്നൊരാളുടെ ID പരിശോധിച്ചപ്പോ അദ്ദേഹം 3 റെഫറൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ ഡെപ്തിൽ 7ാമത്തെ ലെവലിൽ എൻട്രി നടക്കുന്നുണ്ട്. അദ്ദേഹം അറിഞ്ഞിട്ടില്ല 7ാമത്തെ ലെവലിൽ എൻട്രി നടന്നത്. ഈ 3 റെഫറലും വെച്ചിട്ട് ഈ 2 ലെവൽ ഇൻകവും മാത്രം വെച്ചിട്ട് ഇരിക്കുകയാണ്. എന്നിട്ടും അദ്ദേഹത്തിന് പരാതി എന്താണെന്നറിയോ? എന്താ സർ സെൽ ഓർഡർ കൊടുത്തിട്ട് 4 ദിവസമായി, ഇപ്പോഴും സെൽ അങ്ങോട്ട് എക്സിക്യൂട്ട് ആയിട്ടില്ല. ഇവിടെ മിസ്സായ വരുമാനത്തെ കുറിച്ച് അദ്ദേഹം ചിന്തിക്കുന്നില്ല. കൈ നിറയെ പണം കിട്ടാനുള്ള അവസരം ദൈവം ഒരുക്കി കൊടുത്തിട്ട് അത് നേടിയെടുക്കാനുള്ള 2 റെഫറിലൂടെ കംപ്ലീറ്റ് ചെയ്യുന്നതിൽ അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നില്ല. എന്നിട്ട് ഫോക്കസ് ചെയ്യുന്ന എവിടെയാ? മാർക്കറ്റ് പ്ലേസ് സെൽ ഓർഡറിന്റെ ക്യൂ. അത് വലുതാണ് സാർ, അത് വലുതാണ് സാർ. എന്ത് വലുതാണ് സാർ? എന്ത് വലുതാണ് സാർ? നിങ്ങളുടെ ക്യൂവിൽ നിന്ന് നിങ്ങൾ പൈസ കിട്ടി കഴിയുമ്പോൾ വീണ്ടും വരാതിരിക്കൂ സാർ. ആ ക്യൂവിൽ നിന്ന് നിങ്ങൾ ഒരാൾ മാറുമല്ലോ. അങ്ങനെ വരുന്ന എല്ലാവരും മാറി നിൽക്കട്ടെ. അപ്പൊ സിസ്റ്റം എന്തെങ്കിലും സംഭവിക്കോ? ഒന്നും സംഭവിക്കില്ല. ടെറിട്ടറി എക്സ്പാൻഷൻ നടത്തുന്ന ആയിരക്കണക്കിന് ആൾക്കാർ ഇന്ന് ഈ സിസ്റ്റത്തിലുണ്ട്. വിവിധ മേഖലയിലേക്ക് സിസ്റ്റം കൊണ്ടുപോകും. കേവലം 8000 ആൾക്കാരുടെ വാലറ്റ് മാത്രം ക്രിയേറ്റ് ചെയ്ത ഒരു സിസ്റ്റമാണിത്. 8000 വാലറ്റുകൾ മാത്രം ക്രിയേറ്റ് ചെയ്ത സിസ്റ്റം. 8000 ആളുകൾ എന്ന് പോലും പറയാൻ എനിക്ക് അവകാശമില്ല. കാരണം ഒരാൾ തന്നെ മൾട്ടിപ്പിൾ വാലറ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും. പല മൊബൈൽസ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും. ഒരു വീട്ടിൽ 10 മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ 10 മൊബൈൽ ഫോണിന് വാലറ്റ് ക്രിയേറ്റ് ചെയ്ത ആൾക്കാരെ എനിക്ക് പരിചയമുണ്ട്. എന്നിട്ട് അയൽവക്കത്തെ മൊബൈൽ കടം വാങ്ങിച്ച് വാലറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാരെയും എനിക്ക് പരിചയമുണ്ട്. എന്താണെന്നറിയോ? എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം. സത്യത്തിൽ ലോകത്ത് ഇതുവരെ തെളിയിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പൈസ ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെതായ പെയിൻ വേണം. പൈസ ഉണ്ടാകണമെങ്കിൽ അതിൻ്റെതായ കാലതാമസം വേണം. പൈസ ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെതായ സ്ട്രഗിൾ വേണം. ഒരു സ്ട്രഗിളും ഇല്ലാതെ, ഒരു പെയിനും ഇല്ലാതെ, ഒരു കാലതാമസവും ഇല്ലാതെ ലോകത്ത് പൈസ ഉണ്ടാക്കിയ ഒരാളുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആ പൈസയ്ക്ക് ഒരു നിലനിൽപ്പുമില്ല. നിലനിൽക്കുന്ന, സ്ട്രോങ് ആയി ബിൽഡ് ചെയ്യാൻ പറ്റുന്ന, എവർ ടൈം ബിലീവ് ചെയ്യാൻ പറ്റുന്ന, എവർ ടൈം ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് പ്ലാറ്റ്ഫോം, അതാണ് ചതുർവർഷം മുന്നോട്ട് വെക്കുന്ന ആശയം. സോ രജിസ്ട്രേഷൻ കടന്നു വന്നു. 10 ലെവൽ ഇൻകത്തിന്റെ എലിജിബിലിറ്റി കിട്ടി. ഈ 10 ലെവലിലുള്ള ആൾക്കാരും ടോവയിൽ നിന്ന് ബൈ ചെയ്യും. ബൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ലെവലിൽ 15%, സെക്കൻഡ് ലെവലിൽ 4.5%, 3, 4, 5 ലെവലുകളിൽ 3% വീതം, 6, 7, 8 ലെവലിൽ 1.5% വീതം, 9, 10 ലെവലിൽ 0.75% വീതം.
ഇത് ഞാൻ ഇന്നത് നിങ്ങളോട് പറയുമ്പോൾ ഇന്ന് 4 കോളുകൾ എനിക്ക് വന്നത്, സർ ഫസ്റ്റ് ലെവലിൽ ടോവയിൽ എത്ര ശതമാനം ഇൻകം കിട്ടുമെന്ന് ചോദിച്ചിട്ടാണ് 4 കോളുകൾ ഇന്ന് എനിക്ക് വന്നത്. അതിലൊരാൾ ടോവയിൽ 1000 USDT അടിച്ച ആളാണ്. മാർക്കറ്റ് പ്ലേസിൽ 1500 USDT ബൈ നടത്തിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് സംശയം, ഫസ്റ്റ് ലെവലിൽ 15% എന്ന സംഖ്യ അദ്ദേഹത്തിന്റെ ഓർമ്മയിലില്ലത്രേ. PDF എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഈ PDF തുറന്നു നോക്കിയാൽ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. തുറന്നു നോക്കില്ല. സിസ്റ്റം എന്താണെന്ന് പഠിക്കാൻ ആർക്കും പറ്റില്ല. എല്ലാവർക്കും വേണം പണം, 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 പണം. അതിങ്ങനെ ഒഴുകാതെ, നിലയ്ക്കാതെ, ഒരിടത്തൊരു മാറ്റമില്ലാതെ, ഒരു തടസ്സവും ഇല്ലാതെ ഒഴുകണം. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, അങ്ങനെ ഒഴുകുന്ന സിസ്റ്റം ഒന്നും ടെതറോഷൻ ഉണ്ടാക്കി വെച്ചിട്ടില്ല. ടെതറോഷൻ ഒരു മാജിക്കൽ പ്രോഗ്രാം ഒന്നും അല്ല. ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള സിസ്റ്റത്തെ ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്ത് ഒരു അൽഗുരിതമായി തയ്യാറാക്കി 100% ഡിപ്ലോയ്മെന്റോട് കൂടി ഒരു ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമായി കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രോഗ്രാം. ഈ പ്രോഗ്രാമിന്റെ കാൽക്കുലേഷൻസും അൽഗുരിതം മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ കോടികൾ സമ്പാദിക്കാം. ഈ സിസ്റ്റത്തിൽ റാങ്കുകൾ സിസ്റ്റം വെച്ചിട്ടുണ്ട്. ഞാൻ അഭിമാനത്തോടെ പറയുന്നു, കഴിഞ്ഞ ഫ്രൈഡേ എനിക്ക് ഡയമണ്ട് ഷിപ്പ് ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചു. എന്റെ ധർമ്മപുരി ടീമിനോട് ഞാൻ റെസ്പെക്ട് കൊടുക്കുന്നു. കാരണം ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച, ഇന്നലെ ധർമ്മപുരിയിൽ അവർക്ക് വേണ്ടി ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോ ഒരു പൊന്നാട തന്നെ എന്നെ ആദരിച്ചു. ഞാൻ ആദരിക്കുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എന്റെ ഡയമണ്ട് ഷിപ്പ് എന്റെ കഴിവല്ല, എന്റെ നോളജ് നിങ്ങൾ തന്നു മാത്രം. നിങ്ങൾ കൂടി പ്രവർത്തിച്ചപ്പോ നിങ്ങൾ നിങ്ങളുടെ ബിസിനസിന് വേണ്ടി എടുത്ത ഓളിയമാണ് എന്റെ ഡയമണ്ട് ഷിപ്പിനുള്ള ക്വാളിഫിക്കേഷൻ. എന്താണ് ഡയമണ്ട് ഷിപ്പ് ക്വാളിഫിക്കേഷൻ? $5 ലക്ഷം ബിസിനസ് ഓളിയം. അത് ഞാൻ ഒറ്റയ്ക്ക് ഓടിയാൽ നടക്കില്ല. ഒരു ടീം വർക്കിലൂടെ മാത്രം നടക്കുന്ന കാര്യമാണ്. 2 എമറാൾഡിന് എന്റെ ലൈവ് ബിസിനസ്സിൽ ക്രിയേറ്റ് ചെയ്യണം. 5 ഡിഫറെന്റ് ലെഗ് എനിക്കുണ്ട്. ഈ 5 ഡിഫറെന്റ് ലെഗ്, അത് $100 ബിസിനസ് പാക്കേജ്, $500 ബിസിനസ് വോളിയം. ഇത് നിൽക്കുന്ന സമയത്ത് ടോട്ടൽ ബിസിനസ് വോളിയം 5000 USDT എത്തിയാൽ ഞാൻ സിൽവർ റാങ്കിലെത്തും. സിൽവർ റാങ്ക് ആൾക്കാർ എല്ലാവർക്കും അറിയാം ചെയ്തത് എങ്ങനെയെന്ന്. എങ്ങനെ സിൽവർ റാങ്ക് ക്വാളിഫൈ ചെയ്യാം? വളരെ ഈസിയാണ്. ഫോക്കസ് ഉണ്ടാകണം, ഫോക്കസ് ഉണ്ടാകണം. 4% എക്സ്ട്രാ ഇൻകത്തിലേക്ക് നമുക്ക് മാറാം. ഗോൾഡ് റാങ്കിൽ എത്തുമ്പോൾ $25,000 ബിസിനസ് വോളിയം, 2 സിൽവർ ലെഗ്, 8% നമ്മുടെ ഇൻകം ലെവൽ മാറ്റാം. എമറാൾഡ് റാങ്കിൽ എത്തുമ്പോൾ $1 ലക്ഷം ബിസിനസ് വോളിയം, 2 ഗോൾഡൻ ഡിഫറെന്റ് ലെഗ്, 12% അൺലിമിറ്റഡ് ലെവൽ ഇൻകം മാറ്റാം. ഡയമണ്ട് റാങ്കിൽ എത്തുമ്പോൾ $5 ലക്ഷം ബിസിനസ് വോളിയം, 2 എമറാൾഡ്, 16% അൺലിമിറ്റഡ് ലെവൽ ഇൻകം മാറ്റാം. മീൻസ് ഇനി ഞാനൊരു ഡയറക്റ്റ് ബിസിനസ് എടുത്താൽ അത് ആന്ധ്രയിൽ പോയി എടുക്കട്ടെ, അത് അസാമിൽ പോയി എടുക്കട്ടെ, അത് ഓസ്ട്രേലിയയിൽ പോയി എടുക്കട്ടെ, അത് UK പോയി എടുക്കട്ടെ, അത് വിയറ്റ്നാമിൽ പോയി എടുക്കട്ടെ, അത് സ്പെയിനിൽ പോയി എടുക്കട്ടെ, ലോകത്ത് എവിടെ പോയിട്ടും എനിക്ക് ഡയറക്റ്റ് ബിസിനസ് എടുക്കാം. എനിക്ക് 31% ഇൻകം കിട്ടും. ആ ഡയറക്റ്റ് റഫറലിൽ അദ്ദേഹം വരുന്ന ഇൻകം, അദ്ദേഹം എടുക്കുന്ന പാക്കേജ് $1000 ടോപ്പ് പർച്ചേസ് ആണെങ്കിൽ എനിക്ക് ലഭിക്കും എത്ര? $310. $310 എന്ന് പറയുമ്പോൾ ഇൻറ്റു 90 കണക്കൂട്ടിയാൽ 27,900 രൂപ. സോ ഒരാളെ സ്പോൺസർ ചെയ്യാൻ കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് അദ്ദേഹത്തിന്റെ അടുത്ത് പോയി എൻട്രി വെച്ച് തിരിച്ചു വന്നാൽ പോലും എനിക്ക് ലാഭമാണ്. ഒരു എൻട്രി വെക്കാൻ ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് കൊച്ചിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് പോയി തിരിച്ചു വന്നാൽ പോലും എനിക്ക് ലാഭം മാത്രമേ ഉള്ളൂ. അതിൽ കൂടുതൽ എമൗണ്ട് കിട്ടുന്ന അവസ്ഥയിലേക്ക് ഒരു ഡയമണ്ട് ഷിപ്പ് മാറും. ഒരു ഡയമണ്ട് ഷിപ്പ് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്ത ഒരാളാണെങ്കിൽ, കൃത്യമായ ഒരു ഡെപ്തും വിഡ്ത്തും ഡെവലപ്പ് ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ, ഈ സിസ്റ്റത്തിലൂടെ 1 വർഷം പിന്നിടുമ്പോൾ, ഡയമണ്ട് ഷിപ്പ് ക്വാളിഫൈ ചെയ്ത് 1 വർഷം പിന്നിടുമ്പോഴത്തേക്കും പെർ ഡേ അദ്ദേഹം വിഡ്രോ ചെയ്ത എമൗണ്ട് 10,000 USDT ആയിരിക്കും. പെർ ഡേ വിഡ്രോ ചെയ്ത എമൗണ്ട് 10,000 USDT ആയിരിക്കും. ഇത് പറയുമ്പോൾ ഇപ്പോ ഒരു ദിവസം 1000 USDT വെച്ച് എനിക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇത് അഭിമാനത്തോടെ ഞാൻ പറയുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഈ സിസ്റ്റം തുടങ്ങുമ്പോൾ 2024 ഏപ്രിൽ 2-ാം തീയതി സിസ്റ്റത്തിൽ ഞാൻ കടന്നു വരുമ്പോൾ ഈ ആശയങ്ങളൊന്നും എന്റെ മനസ്സിലുണ്ടായിരുന്നില്ല. ഡയമണ്ട് ഷിപ്പ് ക്വാളിഫൈ എത്ര ഇൻകം കിട്ടും എനിക്ക് അറിയില്ല. ഞാനന്ന് ഡയമണ്ട് അല്ല, ഞാനന്ന് സിൽവർ അല്ല. അന്ന് ഈ സിസ്റ്റത്തിന് അൽഗോരിതത്തിന് എന്തുമാത്രം പവർ ഉണ്ട്, എത്രമാത്രം ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ട് എനിക്കറിയില്ല. പക്ഷെ അറിവില്ലായ്മയിൽ നിന്ന് ഞാൻ അറിയാൻ ശ്രമിച്ചു. ഏപ്രിൽ 2 മുതൽ മെയ് 7 വരെയുള്ള സമയങ്ങളിൽ ഈ സിസ്റ്റത്തെ കുറിച്ച് പഠിക്കാൻ ഞാൻ ശ്രമിച്ചു. ഇത് അൽഗോരിതത്തിൽ വരാൻ പോകുന്ന പോസിബിലിറ്റിയെ കുറിച്ച് ഞാൻ പഠിച്ചു. എക്സൽ ഷീറ്റിൽ വിവിധ തരം കാൽക്കുലേഷൻസ് എടുത്ത് ഞാൻ വർക്ക്ഔട്ട് ചെയ്തു. അങ്ങനെ വർക്ക്ഔട്ട് ചെയ്തപ്പോ
ഞാൻ നിങ്ങൾക്ക് ഒരു എക്സൽ ഷീറ്റ് കാണിച്ചു തരാം. ആ എക്സൽ ഷീറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാം, ഈ മീറ്റിംഗ് ഹാളിൽ ഇരിക്കുന്ന 337 പേർക്ക് മനസ്സിലാക്കി തരാം എന്താണ് ഈ സിസ്റ്റം ഒരു ഡയമെൻഷനിൽ എത്തുമ്പോൾ ഒരാൾക്ക് നേടിക്കൊടുക്കാൻ പോകുന്നത്. നമുക്കൊന്ന് പരിശോധിക്കാം ഈ സിസ്റ്റത്തിൽ എത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു ആശയമുണ്ട്. ഞാൻ ക്രിയേറ്റ് ചെയ്ത എക്സൽ ഷീറ്റ് ഇവിടെ കിടക്കുന്നുണ്ട്. ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ആയി വരട്ടെ. ഓപ്പൺ ആയി വന്നതിന് ശേഷം ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. സോ ഇന്ന് വളരെ സമയം അധികമായി പ്രസന്റേഷനിലും മാത്രം വെരി സോറി. കാരണം ഈ ആശയം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ സംതിങ് വ്യത്യസ്തമായി സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അത്തരം ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിച്ചത്. സോ ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, നോക്കൂ, ഈ എക്സൽ ഷീറ്റ് നോക്കൂ. $100, $20 എൻട്രി. ആ ലെവലിൽ പോയാൽ ഫസ്റ്റ് ലെവലിൽ 5 റെഫറൽ ചെയ്യുമ്പോൾ $15 പേ ഔട്ട് കിട്ടും. ടെതറോഷൻ ഇൻകം $10 കിട്ടും. സോ 5 എൻട്രിയിലൂടെ $15 എന്ന് പറയുമ്പോൾ $75 പ്ലസ് 10 $85 ഇൻകം. ഏറ്റവും സിമ്പിൾ ആയി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അവർ അതൊന്ന് സെയിം സിസ്റ്റം ഡ്യൂപ്ലിക്കേറ്റ് എന്നതിൽ ഫോക്കസ് ചെയ്താൽ, അതെ, എ എന്ന വ്യക്തി കടന്നു വന്നു, BCDEF അങ്ങനെ 5 പേരെ സ്പോൺസർ ചെയ്തു. ബിയെ കൊണ്ട് B1 B2 B3 B4 B5 ചെയ്യിപ്പിച്ചു. സെയിം സിയെ കൊണ്ടും ഡിയെ കൊണ്ട് ഇയെ കൊണ്ട് എഫിനെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചു. എങ്കിൽ സെക്കൻഡ് ലെവലിൽ 25 എൻട്രികൾ വരും. 4% ഇൻകം, ടെതറോഷൻ ഇൻകം $15, ടോവ ഇൻകം $112. മൂന്നാമത്തെ ലെവലിലേക്ക് ബിസിനസ് പോകുമ്പോൾ വെറും 4 പേരെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അദ്ദേഹം സിൽവർ റാങ്ക് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാകും. ബാക്കിയുള്ള 23 പേർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ, 22 പേർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ അതിനെല്ലാം റാങ്ക് ബോണസ് ഉൾപ്പെടാതെ അതിന് വരുമാനം കിട്ടും. 4ാമത്തെ ലെവലിലേക്ക് എത്തുമ്പോൾ ഗോൾഡ് റാങ്കിൽ എത്തിയിട്ടുണ്ടാകും. 5ാമത്തെ ലെവലിൽ എമറാൾഡ് റാങ്കിൽ എത്തിയിട്ടുണ്ടാകും. 6ാമത്തെ ലെവലിൽ ഡയമണ്ട് റാങ്ക് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാകും. ഇത്തരത്തിലുള്ള ടീം സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് പോകുന്ന ഏത് ഡയമണ്ട് ലീഡറും ഈ സിസ്റ്റത്തിലൂടെ 10 ലെവൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, അതിനൊരു ഫോക്കസ് കൊടുത്ത് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, അതിന്റെ സിസ്റ്റം ബിൽഡ് ചെയ്യുന്ന രൂപത്തിലേക്ക് ഹോംവർക്ക് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, അദ്ദേഹത്തിന്റെ കൈവശം കിട്ടാൻ പോകുന്നത് 98,73,54,393 രൂപ 75 പൈസ. ഇന്ത്യൻ രൂപയുടെ ടേംസിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതിൽ ഞാൻ എടുത്ത പരിഗണന $20 രജിസ്റ്റർ ചെയ്യുന്നു, $100 ടോവയിൽ വാങ്ങുന്നു. വേറെ ഒന്നുമില്ല. ഇവരെല്ലാം റീബൈ ചെയ്യുന്നവരാണ്. ഇവരെല്ലാം മാർക്കറ്റ് പ്ലേസിൽ വാങ്ങുന്നവരാണ്. ഇവരെല്ലാം മാർക്കറ്റ് പ്ലേസിൽ വിൽക്കുന്നവരാണ്. ഇവരെല്ലാം അവരുടെ ഇൻകം ലിമിറ്റ് എത്തുമ്പോൾ, 300% എന്ന ഇൻകം ലിമിറ്റിൽ എത്തുമ്പോൾ കൂടുതൽ വന്ന ഇൻകം റീബൈ ചെയ്യാൻ വേണ്ടി, വിഡ്രോ ചെയ്യാൻ വേണ്ടി റീബൈ ചെയ്യുന്നവരാണ്. അപ്പോഴെല്ലാം വീണ്ടും വീണ്ടും ഇൻകം കിട്ടും. ആ കാൽക്കുലേഷൻ ഒന്നും തന്നെ ഞാൻ പരിഗണിച്ചിട്ടില്ല. ജസ്റ്റ് ഈ 10 ലെവലിൽ $20 രജിസ്റ്റർ ചെയ്യുന്ന $100 എൻട്രി വരുന്നു. ഇത്രയും ആൾക്കാർ വരുമ്പോൾ സിമ്പിൾ ആയിട്ട് ഒരു 98 കോടി രൂപ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇൻകം ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉള്ളപ്പോൾ കേവലം ഒരു $1000 ഇൻവെസ്റ്റ് ചെയ്ത് ഒരു $300 എടുക്കാനുള്ള ചെറിയ കാലതാമസത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ച് ടെൻഷൻ അടിക്കണോ, അതോ സീരിയസ് ആയി ബിസിനസ് ചെയ്യണോ? തീരുമാനം നിങ്ങളുടേതാണ്. ഏറ്റെടുക്കാനും പ്രവർത്തിക്കാനും ഈ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, 10:15 ഇന്നത്തെ സമയം എന്ന ഒറ്റ കാരണം കൊണ്ട് ഇന്നത്തെ ഈ പ്രസന്റേഷനിലൂടെ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അടുത്ത ബുധനാഴ്ച വൈകിട്ട് 9 മണിക്ക്. ബുധനാഴ്ച 9 മണിക്ക് ഒരു ഓപ്പൺ ഡിസ്കഷൻ ആയിരിക്കും. ആ ഓപ്പൺ ഡിസ്കഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അന്ന് പ്രസന്റേഷന് പകരം ഓപ്പൺ ഡിസ്കഷൻ ആണ്. എല്ലാവർക്കും കടന്നു വരാം, ചോദ്യങ്ങളുമായിട്ട് കടന്നു വരാം, ഉത്തരങ്ങൾക്കായി കാതോർക്കാം. താങ്ക് യു. ഹാവ് എ നൈസ് ഈവനിങ് ആൻഡ് ഗുഡ് നൈറ്റ്.